KSFയുടെ പുതിയ ഹാർമണി ചിട്ടി ചേരണം ഇപ്പൊ തന്നെ. KSF ഹാർമണി ചിട്ടികൾ. KSF ഈ നാടിന്റെ ധൈര്യം. മനുഷ്യേട്ടാ, ഞാൻ സിനിമയിൽ വരാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കുറേ നാളായിട്ട്. അപ്പോൾ ഫാലിമിയിലാണ് എനിക്ക് ആദ്യമായിട്ട് എൻ്റെ ഒരു ബ്രേക്ക് കിട്ടിയത്. പിന്നെ പൈസ ജുറാസിക് പാർക്ക് ഡൈനോസർ ഉണ്ടാക്കി എന്നെ പാടാതെ ഹോളിവുഡൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കൺവിൻസ് ചെയ്ത് ഞാൻ VFX പഠിക്കാൻ ബാംഗ്ലൂർ പോയി. ആദ്യമായിട്ടാണ് ഒരു നടന്മാരുടെ കൂടെ ഡയലോഗ് എക്സ്ചേഞ്ച് ചെയ്ത് ത്രൂ ഔട്ട് സംസാരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ വരുന്നത്. ഇന്നും എനിക്ക് ബേസിലാണ് എപ്പോഴും വിളിക്കാം, എപ്പോഴാണ് വിളിച്ചിട്ട് എനിക്ക് ചോദിക്കാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ചേട്ടാ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, എന്താ ചെയ്യേണ്ടത്. പടക്കളം ഞാൻ ജിംഖാനയുടെ ഷൂട്ടിന്റെ ഇടയിലാണ് എനിക്ക് സിനിമ വരുന്നത്. അപ്പം അത് വന്നത് അതാണ് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത്. ടു ബി ഓണസ്റ്റ് മനീഷ് ചേട്ടാ, എനിക്ക് നായകനാവണമെന്നായിരുന്നു ആഗ്രഹം. എനിക്ക് എങ്ങനെയെങ്കിലും, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ലാർജർ ദാൻ ലൈഫ് സിനിമകള്, വിജയ് ചെയ്യുന്ന പോലത്തെ സ്വാഗുകള്, അന്താക്ഷരി കണ്ട എന്നെ ഒരാളും വിളിച്ചിട്ടില്ല മനീഷ് ചേട്ടാ. അപ്പൊ ആ സമയത്ത് റിലീസ് ആയി ഞാൻ ഭയങ്കര സങ്കടത്തിലൊക്കെ ആയിരുന്നു. ഞാൻ ഇന്നെന്താ ആരും വിളിക്കാത്ത, നമ്മുടെ ബോക്സിംഗ് ഗ്രൂപ്പ് ഉണ്ട്, ബോക്സിംഗ് ഗ്രൂപ്പിൽ ഈ ട്രോളൊക്കെ ആരെങ്കിലും ഒക്കെ എടുത്തിടും. അപ്പൊ മലയാള സിനിമയിൽ പുതിയ നായകൻ കൂടി ഇതൊക്കെ പറയുമ്പോൾ നസ്ലൻ മറ്റേ തേങ്ങ ഉടയ്ക്കുന്ന അപ്പൊ നസ്ലൻ ഒരുപാട് പോപ്പുലർ സ്റ്റാറാണ്. അവൻ വർഷങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്നത്. ഞാനിപ്പോൾ വന്നുള്ളൂ. ഇപ്പൊ ഞാൻ നാളെ ഒരു ബെൻസ് കാർ വാങ്ങുമ്പോൾ ആ ബെൻസ് കാർ കൊണ്ട് എനിക്ക് അഹങ്കാരവും കാണിക്കാം, ആ ബെൻസ് കാർ കൊണ്ട് എനിക്ക് നാളെ 2 ലക്ഷം രൂപ കൂടുതൽ പ്രൊഡ്യൂസറിൽ നിന്ന് വാങ്ങാം. അല്ലെങ്കിൽ അങ്ങനെ നമുക്കതിനെ വേണ്ട രീതിയിലും യൂസ് ചെയ്യാം. സന്ദീപ് പ്രദീപാണ് Q സ്റ്റുഡിയോയില്. സ്വാഗതം സന്ദീപ്. ഞാൻ സന്ദീപൻ തുടർച്ചയായിട്ട് കുറച്ച് ദിവസം കണ്ടിട്ടുള്ളത് ജിംഖാനയ്ക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ബോഡി ട്രാൻസ്ഫോർമേഷനിലെ കടുത്ത പരിശീലന സമയത്ത് ഇങ്ങനെ വേർത്ത് ഒട്ടി നിൽക്കുന്ന സമയത്താണ് നമ്മൾ കാര്യമായിട്ട് പരിചയപ്പെടുന്നത്. ശരിക്കും ഇപ്പൊ നോക്കുമ്പോൾ തിയേറ്ററിക്കൽ റിലീസിന് കിട്ടുന്ന ഒരു ഹൈപ്പിന്റെ അതിനെ എൻലാർജ് ചെയ്യുന്ന രീതിയിലുള്ള ഹൈപ്പാണ് ഈ OTT റിലീസ് വരുന്ന സമയത്ത് 2 പടം, പടക്കളത്തിന്റെയും ജിംഖാനയും ഉള്ളത്. അപ്പൊ ഇനി അങ്ങോട്ട് എടുക്കുന്ന ഓരോ സ്റ്റെപ്പിനും ഒരു സ്റ്റാറിന്റെ സ്റ്റെപ്പിൻ്റെതായിട്ടുള്ളൊരു മാറ്റം ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ആ രീതിയിലുള്ള അപ്രീസിയേഷൻ വരുന്നു. സന്ദീപ് എന്ന് പറയുന്ന ഒരാൾ അത്രയും പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ആക്ടറാണെന്നുള്ളൊരു ഫീഡ്ബാക്ക് വരുന്നു. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താ? ഇപ്പോഴെന്താണ് ഒരു മൂഡ്? അല്ല, ഞാൻ എന്താ പറയാ, ഇത്രയും റിസപ്ഷൻ എന്തായാലും നല്ലൊരു സിനിമയായിരിക്കും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പൊ പടക്കളം തിയേറ്ററിൽ ഇറങ്ങിയ സമയത്തും നല്ല അപ്രിസിയേഷൻസ് കിട്ടിയിരുന്നു. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ കാര്യങ്ങളും സെക്കൻഡ് ഹാഫിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇത് കിട്ടിയിരുന്നു. പക്ഷെ OTT ഇറങ്ങിയപ്പോഴാണ് കൂടുതൽ ആൾക്കാർക്ക് അത് ഇത്രയും ഒരു ഷോക്കിംഗ് റിസപ്ഷൻ ആയിരുന്നു എനിക്ക് വന്നിരുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ടും റെസ്പോൺസിബിൾ ആവണം എന്നുള്ളത് ചിന്തിക്കുന്നുണ്ട്. നേരത്തെയും ഞാൻ ഈ ചിന്ത എപ്പോഴും, കാര്യം ഞാൻ മനീഷേട്ടാ, ഞാൻ സിനിമയിൽ വരാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കുറേ നാളായിട്ട്. അപ്പോൾ ഫാലിമിയിലാണ് എനിക്ക് ആദ്യമായിട്ട് എൻ്റെ ഒരു ബ്രേക്ക് കിട്ടിയത്. അപ്പോൾ ബ്രേക്ക് കഷ്ടപ്പെട്ട് ഞാനൊരു ബ്രേക്കിന് വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. എപ്പോഴേലും ഒരു സാധനം കിട്ടുന്നത്. അപ്പോൾ ഇതാവും ബ്രേക്ക് എന്നുള്ളത്. അപ്പം ഫാലിമിയാണ് അത് കിട്ടിയത്. അപ്പോൾ ആ ബ്രേക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. അത് ഇനി പിന്നെ തിരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ കയറി വരാൻ പാടായിരിക്കും. അതുകൊണ്ട് എന്തുകൊണ്ടും ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് നല്ല സിനിമകളുടെ ഭാഗമാകണം എന്ന് തന്നെയാണ് ഇപ്പോൾ ഉള്ള ആഗ്രഹം. ഒരു സ്കൂളിംഗ് കാലഘട്ടത്തിന്റെ ഒരു പ്രധാനപ്പെട്ട, ഇപ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിലേക്ക് കടക്കുന്നു എന്ന് പറയുന്ന സമയത്ത് എല്ലാവരും അതിന്റെ അക്കാഡമിക്സിലേക്കോ അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യണം, ഫ്യൂച്ചർ എങ്ങനെ ഡിസൈൻ ചെയ്യണം എന്നൊക്കെ ആലോചിക്കുന്ന സമയത്ത് നിങ്ങളുടെ കരിയർ എങ്ങനെയായിരിക്കണം? ഇപ്പം ആനന്ദ് മേനോനാണെങ്കിലും സന്ദീപ് ആണെങ്കിലും ഷോർട്ട് ഫിലിംസ് തുടർച്ചയായിട്ട് ഉണ്ടാക്കിയിട്ട് ഇതിലൂടെ നിങ്ങൾ ഇംപ്രവൈസ് ചെയ്യാം, ഫിലിം ഇൻഡസ്ട്രിയിലുള്ളവർ നിങ്ങളെ കാണണം, നിങ്ങൾക്ക് ഇതൊരു കരിയർ ആക്കണം എന്നല്ല, നിങ്ങളുടെ ഒരു സ്കൂളിംഗ് സമാന്തരമായിട്ട് തുടങ്ങുകയായിരുന്നു. നല്ല ആത്മവിശ്വാസം വേണമല്ലോ. കാരണം അങ്ങനെ ഒരു വലിയ ഗ്രൂപ്പ് ഉണ്ടാവില്ല. കുറച്ച് വീട്ടുകാരും കൂട്ടുകാരും നിങ്ങളുടെ ഒരു സപ്പോർട്ടിങ് സംവിധാനം മാത്രമല്ലേ അന്നുണ്ടാവുന്നത്. എന്താണ് ഈ പറയുന്നത് അവിടെ നിന്ന് ഇവിടുത്തെ വരെയുള്ള ഒരു മെമ്മറി എങ്ങനെ കാണുന്നത്? ശരിക്കും നമ്മൾ തുടങ്ങിയപ്പോൾ ഭയങ്കര പയ്യന്മാരായിരുന്നു 10ാം ക്ലാസ്സിൽ. അപ്പൊ നമ്മൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്തിട്ടില്ല ആക്ച്വലി. അപ്പോൾ ഈ വിശ്വാസം അല്ലെങ്കിൽ എന്താ പറയാ, ആ ഒരു കോൺഫിഡൻസ്, നമുക്ക് ടെൻഷനുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വേണം, ഒരു എക്സ്ട്രാ കോൺഫിഡൻസ് വേണം. അയ്യോ ഇത് ചെയ്യണമല്ലോ എന്നുള്ളൊരു സാധനം. പക്ഷെ നമുക്ക് ആ സമയത്ത് അങ്ങനെയൊന്നുമില്ല, ചെയ്ത് നോക്കാം, അത് എത്രത്തോളം പോകാൻ പറ്റുമോ, ഡെഡ് ലൈൻ ഒന്നും ഇല്ലല്ലോ, നമുക്ക് തന്നെ ചെയ്യാം, എപ്പോഴേലും ഒരാൾ കാണും എന്നുള്ളൊരു വിശ്വാസത്തിന്റെ പുറത്ത് ഇറങ്ങി തിരിച്ചതാണ്. ഇപ്പം എന്താ, സ്കൂളിൽ
തുടങ്ങിയ സമയത്ത് എനിക്ക് മാത്രം ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരോടൊക്കെ ചോദിക്കും സിനിമയിൽ എന്തെങ്കിലും, അപ്പൊ അവര് ഇല്ല സിനിമ അങ്ങനെ ടീം ഉണ്ടാക്കാൻ വേണ്ടിട്ട്. ടീം ആരെങ്കിലും ഒരു കമ്പനി വേണ്ട. എനിക്ക് ആ സമയത്ത് അറിയില്ലല്ലോ. അന്നും യൂട്യൂബിൽ ഇത്രയും എന്താ പറയാ, യൂട്യൂബ് അത്രയും പോപ്പുലർ അല്ല. നമുക്കങ്ങനെ വേറെ മീഡിയം ഒന്നും ഇല്ല. പറയുന്ന ഫേസ്ബുക്ക് വന്നു തുടങ്ങി. ഫേസ്ബുക്കില് കുറെ ഇൻസ്റ്റാ റീൽസ് പോലുള്ള സാധ്യത, ഇൻസ്റ്റയും അത്രയും ആയിട്ടില്ല. ഫേസ്ബുക്കാണ്. ഫേസ്ബുക്കിൽ പക്ഷെ ആ സമയത്ത് ട്രെൻഡ് ഫ്രീക്ക് ഹെയർ സ്റ്റൈൽ ഒക്കെ ഇട്ട് മോഡലിംഗ് ഒക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ ഇടയ്ക്ക് അതിന്റെ പുറകെയൊക്കെ പോയി. അപ്പോ കമ്പനി ഇല്ല, സിനിമക്കാര് കമ്പനി ഭയങ്കര കുറവാണ്. അപ്പൊ ഞാൻ ഏറ്റവും അടുത്തുള്ള ആൾക്കാർ നമ്മുടെ കൂട്ടുകാരാണല്ലോ സ്കൂളിലുള്ള. അപ്പൊ അങ്ങനെ തപ്പി നടന്നതിന്റെ ഇടയിലാണ് ഞാൻ ഒരാളെ കാണുന്നത്. അനന്തേട്ടനെയാണ് ചിലപ്പോൾ കാണും. അപ്പൊ അനന്തേട്ടനും എനിക്കുമാണ് സ്കൂളിൽ ആകെ ഇതിനോടുള്ള ഒരു താല്പര്യം. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് സിനിമയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ പുള്ളി പറഞ്ഞു ഇങ്ങനെ ഡയറക്ടർ ആവാനാണ്. ഓ സന്തോഷം, നടനാണെങ്കിൽ കോമ്പറ്റീഷൻ ആവും. ഓക്കെ ഡയറക്ടർ ആണല്ലോ, അപ്പൊ എനിക്ക് നടനാണ് ടീമിന് വേണ്ട ഒരാളെ കിട്ടി. അപ്പൊ എന്നാ ഒരു കാര്യം ചെയ്യും, നമുക്ക് ഷോർട്ട് ഫിലിം ചെയ്യാം, ഞാൻ നായകൻ, ചേട്ടൻ ഡയറക്റ്റ് ചെയ്തോ. അങ്ങനെ പക്ഷെ നമ്മൾ രണ്ടുപേരും മാത്രം വിചാരിച്ചത് നടക്കില്ലല്ലോ. അപ്പൊ അങ്ങനെ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേര്, അതായത് എൻ്റെ അല്ല, അനന്തൻ ചേട്ടൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേര് കുറെ ചേട്ടന്മാരൊക്കെ വന്നു. അപ്പൊ നമ്മളെല്ലാവരും കൂടെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തു. ആ ഷോർട്ട് ഫിലിം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മോശം പറഞ്ഞവരുണ്ട്, നല്ലത് പറഞ്ഞവരുണ്ട്. പക്ഷെ അപ്പൊ എവിടേക്കും ഒരു വാശി. പിന്നെ ആ ഒരു ഷോർട്ട് ഫിലിം കഴിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര സെൽഫായിട്ട് ഭയങ്കര സന്തോഷം തോന്നി. കാര്യം ആദ്യമായിട്ട് ഞാൻ എന്നെ സ്ക്രീനിൽ കാണുന്നു, പ്രോപ്പർ എഡിറ്റ് ഒക്കെ കഴിഞ്ഞ് എങ്ങനെയാണ് വരുന്നത്, ഇതൊക്കെ ഒരു ഭയങ്കര അത്ഭുതത്തോടെ കണ്ടിരുന്നവര്. അപ്പൊ എനിക്ക് അതിലൊരു കിക്ക് ഭയങ്കരമായിട്ട് കിട്ടിയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ചെയ്യണം എന്നുള്ളൊരു, എങ്ങനെയെങ്കിലും ഇതൊന്ന് പ്രിഫൈൻഡ് ആക്കണം എന്നുള്ളൊരു ആഗ്രഹം നമുക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. അപ്പൊ അതിന് കൂടെ നിന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് ഈ അനന്തേട്ടന്റെ. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ടീം ഉണ്ടാക്കി. ആ ടീമിന് ലൂമിയർ ബ്രോസ് എന്ന് പറഞ്ഞൊരു പേരിട്ടു. യൂട്യൂബ് ചാനലിന്റെ പേരും ലൂമിയർ ബ്രോസ് എന്നാണ്. ആ സമയത്ത് യൂട്യൂബിൽ 1 മില്യന്റെ അടുത്തൊക്കെ വന്നു. അപ്പൊ നമ്മൾ 1 മില്യൺ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത കൗണ്ടാണ് ആ സമയത്ത്. അപ്പൊ അങ്ങനെയാണ് പിന്നെ സിനിമാക്കാര് പയ്യെ കണ്ടു തുടങ്ങി. ഈ ചാനല് ഫ്ലവേഴ്സ് അതുപോലെ പല ചാനലുകളൊക്കെ അത് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. വൈറൽ യൂട്യൂബ് ഷോർട്ട് ഫിലിം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ആ ഒരു എക്സ്പോഷർ ഒക്കെ കിട്ടുന്നത്. അങ്ങനെ അതിന്റെ ഇടയിൽ ഒരു വൈക്കത്ത് നിങ്ങളുടെ ഒരു ഹാപ്പിനെസ് അതിന്റെ പുറത്തേക്ക് എത്തി. വൈക്കത്തെ സ്റ്റാർസ് ആണ് നമ്മള് പുറത്തിറങ്ങുമ്പോ തന്നെ ആൾക്കാരും ഷോർട്ട് ഫിലിം എന്നൊക്കെ 5000-6000 ഉപയോഗം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേ നമ്മള് ഈ ഒരു നമ്മള് സിനിമാക്കാരാണ്, ഈ നാട്ടിന്റെ സിനിമാക്കാരാണ്, നാളെ നിങ്ങളുടെ ലൊക്കേഷൻ കണ്ടും കാര്യം കേട്ട് എവിടെയും കാണാൻ പറ്റുമായിരിക്കും. കാണാൻ പറ്റും. ഫുൾ തെണ്ടി തിരിഞ്ഞ് നടക്കുമായിരിക്കും. പിന്നെ ഈ അവിടത്തെ ചെറിയ ചെറിയ സ്കൂളിലും നമുക്ക് ലൊക്കേഷൻ വേണമല്ലോ. നമ്മുടെ പൈസ ഇല്ല. നമ്മൾ ഈ പറയുന്ന ഫണ്ട് ചെയ്ത് ലൊക്കേഷനിൽ റെന്റ് കൊടുത്ത് ചെയ്യാനോ ലെൻസ് മേടിച്ച് അങ്ങനെയൊന്നും നമുക്ക്. എല്ലാം കമ്പനി ഓടി നടന്ന് കമ്പനി ഉണ്ടാക്കുക, എല്ലാവരോടും ചേട്ടാ ഒരു അരമണിക്കൂർ ഷൂട്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിച്ച് രാവിലെയൊക്കെ അവർ കട തുറക്കുന്നതിന് മുന്നേ ഷൂട്ട് ചെയ്യണം. അങ്ങനെ എല്ലാവരുമായിട്ട് കമ്പനിയാണ്. അപ്പം മൊത്തത്തില് നാട്ടിലറിയാം ഇവര് സിനിമയുടെ പുറകെ നടക്കുന്ന കുറച്ച് പിള്ളേരാണ്, എന്തെങ്കിലും കാണിക്കട്ടെ എന്നുള്ള രീതിയിലാണ് അവരുടെ സപ്പോർട്ട്. അങ്ങനെയാണ് സിനിമയിലേക്ക് ഒരു ഇത് വന്നത്. അങ്ങനെ ശാന്തി മുഹൂർത്തമാണ് ശരിക്കും ഒരു ബ്രേക്ക് ത്രൂ ഷോർട്ട് ഫിലിം എന്ന് പറയാം. അതിലുണ്ടല്ലോ സന്ദീപ്, ഇപ്പം നമ്മള് അഭിനയിക്കാം. ഇപ്പം ആനന്ദ് ഡയറക്ഷൻ തിരഞ്ഞെടുക്കുന്ന പോലെ എനിക്ക് അഭിനയമായിരിക്കും എനിക്ക് ആഗ്രഹിക്കാവുന്ന, എനിക്ക് എത്തേണ്ട ഇടം അഭിനയിച്ചു നോക്കാം, അല്ലെങ്കിൽ ആക്ടിങ് എന്നുള്ളത് ഒരു കരിയർ ആയിട്ടൊരു ഓപ്ഷൻ ആയിട്ടുള്ളിടത്താണല്ലോ ഈ ആഗ്രഹം ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു ആഗ്രഹത്തിന്റെ തുടക്കം എവിടെയായിരുന്നു? സിനിമകൾ കണ്ടു തന്നെ ആയിരിക്കുള്ളൂ. എനിക്ക് ലാർജർ ദാൻ ലൈഫ് സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. വിജയുടെ പടങ്ങള്, അല്ലെങ്കിൽ കുറച്ചും കൂടെ സ്വാഗുള്ള ഹീറോയിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. എനിക്ക് അപ്പൊ ഞാൻ അത് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു. ഇപ്പൊ ഓരോ പാട്ടൊക്കെ കാണുമ്പോൾ അത് പ്ലേ ചെയ്തിട്ട് സൈഡിൽ ഞാൻ അതുപോലെ ചെയ്ത് അങ്ങനെ എനിക്ക് എവിടേക്കോ എന്നെ അങ്ങനെ കണ്ടാക്കൊള്ളാന്നൊക്കെ എവിടേക്കോ തോന്നി. അതായിരിക്കണം മേജർ ഒരു സാധനം. പിന്നെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ അത് ട്രിഗർ ചെയ്തത്, ഐ മീൻ ഓക്കെ ഇതാണ് എന്ന് തീരുമാനം പെട്ടെന്ന് എടുക്കണം എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നത് ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ എല്ലാവരും എഴുന്നേപ്പിച്ച് നിർത്തിയിട്ട് എന്താവണം എന്ന് പറയാ ഇരിക്കുക. അപ്പൊ എൻ്റെ അടുത്ത് എത്തിയപ്പോ എനിക്ക് എന്ത് പറയണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഭയങ്കരമായിട്ട് വന്നു. അപ്പൊ ഞാൻ ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഭയങ്കര ഒരു ഓക്വേർഡ് സിറ്റുവേഷനിലേക്ക് വന്നു. അത് കഴിഞ്ഞ് ടീച്ചർ എന്നെ ക്ലാസ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു നമ്മളിപ്പോൾ ഒരു എയിം വെക്കണം, ലൈഫിൽ എപ്പോഴും ഒരു എയിം ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ അപ്പൊ തൊട്ട് എന്ത് എയിം വെക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നടക്കുമായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ സിനിമ കാണുമ്പോൾ ആണ് എന്താവണം എന്നുള്ള ആഗ്രഹം തോന്നുന്നത്. ഇപ്പൊ പോലീസ് കാണുമ്പോൾ പോലീസ് ആവാൻ തോന്നും. അങ്ങനെ ഓരോ ഇത് കാണാം. അപ്പൊ ഞാൻ ആലോചിച്ചു സിനിമ നടനായി കഴിഞ്ഞാൽ ഇതെല്ലാം ഓൾമോസ്റ്റ് ആവാൻ പറ്റുമല്ലോ. അപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാനും ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ശരിക്കും
അതിലേക്കുള്ള ഒരു താല്പര്യം പയ്യെ വന്നു തുടങ്ങിയ പിന്നെ ഈ സ്കൂളിലാണെങ്കിലും പഠിത്തം വലിയ താല്പര്യമില്ല, ജയിക്കാൻ വേണ്ടി പഠിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ കൂടുതലും എനിക്ക് ഇഷ്ടം കറങ്ങി നടക്കാനാണ്. ആർട്സിന്റെ ഡാൻസ്, പാട്ട് എന്നൊക്കെ പറഞ്ഞ് ക്ലാസ് കട്ട് ചെയ്ത് പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എല്ലാം കൂടെ ഒത്തു വന്ന് ഇങ്ങനെ പയ്യെ പയ്യെ ആയി ഒന്നായിരിക്കണം. ഇപ്പോ ഞാൻ പറയുന്നത് നിങ്ങൾ പറയുന്ന കാലം എന്ന് പറയുമ്പോൾ ഒരു 2010 ആ സമയത്തൊക്കെ ആയിരിക്കുമല്ലോ. 2010 തൊട്ട് 15 വരെ. അപ്പൊ ആ സമയത്ത് തന്നെ ഇപ്പൊ ഒരുപാട് പേര്, ഇപ്പം ഗിരീഷ് ഏടിയെ പോലെ നിങ്ങൾക്ക് തന്നെ ഈ ഷോർട്ട് ഫിലിം സർക്കിളിനെ അറിയാലോ കേരളത്തില്, ആരുടെയൊക്കെ ഷോർട്ട് ഫിലിം വരുന്നത്. നിങ്ങളും അങ്ങനെ ക്യൂരിയസ് ആയിട്ട് നിങ്ങളുടെ ഈ സമകാലീനർ ആരൊക്കെ സിനിമയിൽ എത്തിപ്പെട്ടിട്ടുണ്ട്, ആക്ടിങ്ങിൽ എത്തിപ്പെട്ടിട്ടുണ്ട്, ഡയറക്ഷനിൽ എത്തിപ്പെട്ടിട്ടുണ്ട്, അങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു നിങ്ങൾ? മറ്റ് ആളുകൾ അപ്ലോഡ് ചെയ്യുന്നത്, മറ്റ് വർക്കുകൾ അതുകൂടി നിങ്ങൾ കാണുമായിരുന്നു? ആ സമയത്ത് ഒരുപാട് ഷോർട്ട് ഫിലിം, ഇപ്പൊ ഷേ ഒക്കെ ആ സമയത്ത് ഇറങ്ങിയ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമാണ് ഷേ. ബേസിലേട്ടന്റെ പ്രിയംവദ കാതരയാണോ, ഞാൻ ബേസിലേട്ടൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടെന്ന് ഇതേപോലെ സിനിമ ഞങ്ങൾ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യുന്ന ഗ്രൂപ്പ് എത്തിയിട്ടുണ്ട്. കുഞ്ഞിരാമായണത്തിന്റെ സ്റ്റേജിലേക്ക് എത്തിയെന്ന് തോന്നുന്നു. ഞാൻ അത് കഴിഞ്ഞ മെസ്സേജ് അയച്ച കാര്യം എത്തിപ്പെട്ടല്ലോ, പിന്നെ നമുക്ക് അവസരം ചോദിക്കാൻ ഒരാളായല്ലോ, ഒരാൾ മേളിൽ കയറിയല്ലോ. അപ്പൊ അങ്ങനെ ചോദിച്ചതാണ് ബേസിലേട്ടൻ അന്ന് റിപ്ലൈ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താ ഒരുപാട് പേര്, ഇപ്പൊ തരുൺ ചേട്ടൻ എന്റെ നാട്ടുകാരനാണ്. തരുൺ ചേട്ടൻ സൈഡിൽ കൂടെ ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്. നമ്മൾ അഭിനയം തരുൺ ചേട്ടൻ അഭിനയിക്കാനായിരുന്നു ആ സമയത്ത് ആഗ്രഹം. അതിപ്പം മലയാള സിനിമ തമാശ നിങ്ങൾ കൂട്ടിമുട്ടുന്ന തരത്തിൽ ലൊക്കേഷനിൽ നിങ്ങൾ ക്യാമറ ആയിട്ട് ഒരു സ്ഥലത്ത് പോകുമ്പോൾ തരുണും സംഘം വേറെ സ്ഥലത്ത് ഷൂട്ട് ചെയ്യുന്ന രീതിയിൽ ചിലപ്പോൾ നാട്ടിൻപുറത്ത് തന്നെ ഉണ്ടാവും അല്ലെ? അങ്ങനെ എന്താ പറയാ, ഞങ്ങൾ അങ്ങനെ കണ്ടുമുട്ടിയിട്ടില്ല. പക്ഷെ നമ്മൾ തമ്മിൽ ഒരു ഡിജിറ്റൽ സംസാരങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ വെച്ച് കാണുമ്പോഴും നമ്മൾ സംസാരിക്കും. ഇപ്പം അതല്ലാത്തപ്പോഴും തരുൺ ചേട്ടൻ എടാ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ പറ, നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഞാനും അനന്തേട്ടനും നമ്മള് വൈക്കത്തമ്പലത്തിന്റെ അവിടെ ഇവിടെ ഒക്കെ കറങ്ങി നടക്കും, തരുൺ ചേട്ടനായിട്ട് കറങ്ങി നടക്കും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റോറീസ് ഒക്കെ ഡിസ്കസ് ചെയ്യും. അപ്പൊ നമ്മൾ തമ്മിൽ ഒരു ഹെൽത്തി ബോണ്ട് അന്നേ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നാണ് പെട്ടെന്ന് പുള്ളി ഒരു ഡയറക്ടർ എന്നുള്ള ഒരു ഷിഫ്റ്റിലേക്ക് മാറുകയും ഇത്രയും വലിയ സിനിമകൾ ഓപ്പറേഷൻ ജാവ് തൊട്ട് തുടരും വരെ വന്ന് നിൽക്കുന്ന അത് ഒരുപാട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാര്യം തരുൺ ചേട്ടൻ ആ സമയത്ത് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അവിടുന്ന് അദ്ദേഹത്തിന്റെ ഗ്രാഫ് ഇത്രയും വളർന്നത് അന്ന് കൂടെ ഉണ്ടായിരുന്ന ഒരാളെന്നുള്ള രീതി നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയും എവിടേക്കോ നമുക്കും ഉയരങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസും നമുക്ക് കിട്ടും. ഇപ്പൊ നമ്മുടെ കൂടെയുള്ള ഒരാൾ ജയിക്കുമ്പോൾ അന്ന് നമുക്കും ചിലപ്പോൾ പറ്റുമായിരിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടിയത് ഈ തരുൺ ചേട്ടനെ പോലെ അല്ലെങ്കിൽ അതുപോലെ ഒരുപാട് പേര് സിനിമയിൽ കയറിയത് കൊണ്ടാണ്. അപ്പൊ അതൊക്കെ എന്തുകൊണ്ടും നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട്. ഈ സന്ദീപിന്റെ കാര്യത്തിലും ഈ സ്കൂളിൽ നമ്മൾ ബാക്ക് ടു ബാക്ക് ഷോർട്ട് ഫിലിം കഴിയുന്നു, അത് കഴിഞ്ഞിട്ട് ഈ വീണ്ടും ഒരു ഡിസിഷന്റെ സമയമുണ്ടല്ലോ, നമ്മൾ ആക്ടിങ്ങിലേക്ക് കംപ്ലീറ്റ്ലി സ്വിച്ച് ആയിട്ടില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓഡിഷനൊക്കെ പങ്കെടുക്കുന്നു, അപ്പൊ കരിയറിലേക്ക് പോവാന്നുള്ളത് എങ്ങനെയായിരുന്നു? ഫാമിലി എങ്ങനെയായിരുന്നു ആക്ടിങ് എന്നുള്ള തീരുമാനത്തിലേക്ക് അങ്ങനെ സന്ദീപിനെ വിശ്വസിക്കുന്ന ഒരു ഘട്ടമായിട്ടുണ്ടായിരുന്നു ആ സമയത്ത്? ഞാൻ 8ാം ക്ലാസ് 9ാം ക്ലാസ് ആയിരിക്കും ഷോർട്ട് ഫിലിം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഒരു 10-11 ആയപ്പം എനിക്ക് കാണുന്നവരൊക്കെ റോട്ടിൽ കൂടെ പോകുമ്പോ അമ്മയോട് പറയും ഇങ്ങനെ, ചെക്കൻ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എവിടെയൊക്കെ അമ്മയ്ക്ക് അച്ഛനും തോന്നിയ ടാലന്റ് ഉണ്ട്, പക്ഷെ അവിടെ എത്താൻ ഭയങ്കര പാടാണല്ലോ. നമുക്ക് ഇത്ര ലക്ഷക്കണക്കിന് പേര് ആഗ്രഹിക്കുന്ന ഒരു പരിപാടിയാണ് നടനാവുക എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇവര് ഇങ്ങനെ തന്നെ പറയും, 10 ലക്ഷം പേരിൽ ഒരാളാണ് നീ, അപ്പൊ അത് എത്തിപ്പെടാന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. അപ്പം ഫിനാൻഷ്യലിയും സപ്പോർട്ട് ചെയ്യാൻ അവരുടെ അത്രയും ഫിനാൻഷ്യൽ ഉള്ള കുടുംബത്തിൽ നിന്നല്ല ഞാൻ വരുന്നത്. അപ്പോൾ ഓക്കെ നീ നിന്റെ പരിപാടി നോക്കിക്കോ, ഞങ്ങൾ ഫിനാൻഷ്യലി ബാക്കപ്പ് ചെയ്യാം എന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ അതെന്റെ ഏറ്റവും വലിയൊരു എന്താ പറയാ ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടെ ഉണ്ടായിരുന്നു എനിക്ക്. നാളെ എനിക്ക് ഞാൻ കുടുംബം നോക്കണം, ഏൺ ചെയ്ത് തുടങ്ങണം എന്നുള്ളൊരു പ്രയോറിറ്റി ആ സമയത്ത് ഉള്ളത് കൊണ്ട് തന്നെ ഇവര് പറഞ്ഞു സിനിമ നടൻ ആവാൻ പഠിക്കാനോ അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചു പോകാനോ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പാടായിരിക്കും. കാര്യം നമ്മുടെ കുടുംബത്തിന്റെ സിറ്റുവേഷൻ ഇങ്ങനെ അതുകൊണ്ട് പക്ഷെ നീ നിന്റെ പരിപാടികൾ ട്രൈ ചെയ്തോ, ഞാൻ ഹെൽപ്പ് ചെയ്യാം, നിന്നെ സപ്പോർട്ട് ചെയ്യാം, പക്ഷെ വരുമാനം കണ്ടെത്തുന്ന ഒരു പരിപാടിയും കൂടെ സൈഡിൽ നോക്കാന്നാണ്. അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ അതും എനിക്ക് സിനിമയിൽ തന്നെ ചെയ്യണം എന്ന് എനിക്ക് വായിച്ചു തന്നു. അങ്ങനെ ഞാൻ പറഞ്ഞ് കൺവിൻസ് ചെയ്തു. VFX എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്, അവർക്ക് മനസ്സിലായില്ല. ഞാൻ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്, ജുറാസിക് പാർക്ക് ഒക്കെ ഡൈനോസറിനെ ഉണ്ടാക്കുന്ന പരിപാടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൺവിൻസ് ചെയ്തപ്പോ അവനൊക്കെ പൈസ കിട്ടും. പിന്നെ പൈസ ജുറാസിക് പാർക്ക് ഡൈനോസർ ഉണ്ടാക്കാൻ എന്നാ പാടാതെ ഹോളിവുഡൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കൺവിൻസ് ചെയ്ത് ഞാൻ VFX പഠിക്കാൻ ബാംഗ്ലൂർ പോയി. അങ്ങനെ ഞാൻ VFX സൈഡ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഞാൻ വന്ന ഇടയ്ക്ക് ഇതേപോലെ ഷോർട്ട് ഫിലിം പിന്നെയും ചെയ്യും, വെബ് സീരീസ് ചെയ്യും. അപ്പൊ ഇത് പാരലി പോയി. എന്റെ ലാസ്റ്റത്തെ ആ ഷോർട്ട് ഫിലിം ഇല്ലേ ശാന്തിമുഖം, അത് എന്റെ അച്ഛൻ പ്രൊഡ്യൂസർ ആയിരുന്നു. അതിലെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഒരു 5,000 rupees.
പക്ഷെ അന്ന് കോൺഫിഡൻസ് ആണ് ഇൻവെസ്റ്റ് അതെ, അത് എന്നെ സംബന്ധിച്ച് അതൊരു മെറിറ്റാ. അച്ഛൻ നമുക്ക് ടാലന്റ് ഉള്ളത് കൊണ്ടാണല്ലോ ഓക്കെ തന്നു എന്നുള്ളത്. അപ്പൊ അതൊക്കെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ആണ് ലൈഫിൽ നമ്മൾ ആലോചിക്കുമ്പോ. ഓക്കെ, അവര് സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ബാംഗ്ലൂർ VFXലേക്ക് പോകുമ്പോൾ സത്യത്തിൽ അത് വേറൊരു ലോകമാണല്ലോ. മലയാള സിനിമ ഇവിടെ കൊച്ചിയിലൊക്കെ ആയിട്ട് കിടക്കുന്നു, നിങ്ങൾ ബാംഗ്ലൂർ ഇരിക്കുന്നു. എന്തായാലും ഒരു ഈ ഡിജിറ്റൽ കണക്ട് ഒക്കെ ഉണ്ടാവും, എന്നാൽ പോലും ഈ അകലം കൂടുന്നു എന്നുള്ളൊരു തോന്നലോ നിരാശയൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നോ? സിനിമയിലേക്കുള്ള ദൂരം കൂടുകയാണ്, ബാംഗ്ലൂരൊക്കെ ജോലി പോകുന്നു, അവിടെ കുറച്ചുകൂടി ഈ പറയുന്ന ഒരു ഡ്യൂട്ടി ടൈം ഒക്കെ ആയിട്ട് വേറൊരു രീതിയിലേക്ക് നമ്മൾ ടൈപ്പ് ചെയ്യപ്പെടുമല്ലോ. ഞാൻ ജോലിക്ക് പോയിട്ടില്ല, ഞാൻ ആ സമയത്ത് ജോലിക്ക് പോയിട്ടില്ല. ഞാൻ അത് കഴിഞ്ഞ് പഠിക്കാനാ പോയത്. അതായത് +2 കഴിഞ്ഞ് ഞാൻ നേരെ ബാംഗ്ലൂർ VFX പഠിക്കാൻ 3 വർഷം പോയി. പക്ഷെ ഞാൻ അവിടെ ഒരു പണി ഒപ്പിച്ചു. ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അനന്തേട്ടൻ അവിടെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കയറ്റി. ഞാൻ അങ്ങോട്ട് ഞാൻ പറഞ്ഞ് മേനോനെ വാ, ഇവിടെ വാ, ഇവിടെ നിന്ന് നമുക്ക് ഒരുമിച്ച് ഷോർട്ട് ഫിലിം ചെയ്യാം, ഫിലിം കയറണ്ടേ, വാ. അപ്പൊ പുള്ളി BA ഇംഗ്ലീഷ് ഒക്കെ പഠിച്ച് നിൽക്കുക. അപ്പൊ ഞാൻ അതിനു വേണ്ടി അങ്ങോട്ട് പുള്ളിനെ ഇത് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് കൊണ്ടുപോയി. പിന്നെ അങ്ങനെ സിനിമാറ്റിക് അല്ലേ, വെൽക്കം ടു ബാംഗ്ലൂർ, സെൽഫി ഒക്കെ കാണുമ്പോഴേ അതെ. അപ്പൊ അങ്ങനെ അനന്തേട്ടൻ അവിടെ വന്നു. പക്ഷെ നമ്മൾ അവിടെ ഷോർട്ട് ഫിലിം ഒന്നും ചെയ്തില്ല, പക്ഷെ നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുമായിരുന്നു. മാത്രമല്ല നിങ്ങളുടെ ഡിസ്കഷൻ കണ്ടിന്യൂ ആണല്ലോ അവിടെ, ആ കോമ്പിനേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരേ ആഗ്രഹങ്ങളുടെ തുടർച്ച ഉണ്ടായിരുന്നു. അപ്പൊ എപ്പോഴും സംസാരത്തില് സിനിമകളുണ്ട്. അപ്പൊ അത് തന്നെ ഒരു ആശ്വാസ. അല്ലെങ്കിൽ നമ്മൾ മൊത്തത്തിൽ അവിടെ മൊത്തം കന്നഡ ഹിന്ദിക്കാരാ. ഞാൻ ഇടയിൽ പോയിട്ട് ഷോർട്ട് ഫിലിം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകത്തുമില്ല. അപ്പൊ എന്നിട്ട് ആരെങ്കിലും ഒരാൾ വേണം. ആ ഒരു സപ്പോർട്ടറും കൂടെ ഞാൻ അനന്തേട്ടനെ കൺവിൻസ് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോയത്. അങ്ങനെ നമ്മുടെ ഇടയിൽ പിന്നെ ഒരുപാട് പേര് വന്നു. അനന്തേട്ടൻ അവിടെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുമ്പോൾ അവിടെ മലയാളികൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തു. 1-2 ചെറിയ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തു. നിങ്ങൾ കമ്പൈൻഡ് ആയിരുന്നു, എഡിറ്റ്, റൈറ്റിംഗ് എല്ലാത്തിലും എല്ലാം നമ്മളാ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് VFX അറിയാലോ. അപ്പൊ ഞാൻ അതിന്റെ VFX ചെയ്യും, കളർ ചെയ്യും, ടൈറ്റിൽ ആനിമേഷൻ ചെയ്യും, എഡിറ്റ് ചെയ്യും. എനിക്ക് പോസ്റ്റ് പ്രൊഡക്ഷൻ ഓൾമോസ്റ്റ് അറിയാം. അപ്പൊ അനന്തേട്ടനും അറിയാം. അപ്പൊ നമ്മൾ പഠിക്കുന്നതും അതായതുകൊണ്ട് നമുക്ക് അങ്ങനെ വേറെ എക്സ്റ്റേണൽ ഇപ്പൊ മ്യൂസിക് അനന്തേട്ടന്റെ അച്ഛനും അമ്മയും മ്യൂസിക് ടീച്ചേഴ്സ് ആണ്. അപ്പൊ പുള്ളിക്ക് ആ ഒരു സാധനമുള്ള കാരണം പണ്ട് മാജിക്സ് മ്യൂസിക് മേക്കർ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പൊ അതിൽ നമുക്ക് മ്യൂസിക് കമ്പോസ് ചെയ്യാൻ പറ്റും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ലിറ്ററലി എല്ലാ പരിപാടിയും നമ്മൾ ചെയ്യും. ഹോം മെയ്ഡ് ആണ്. ആകെ ഡബിങ്ങിന് മാത്രം സ്റ്റുഡിയോ റെന്റ് കൊടുക്കുള്ളൂ. അതൊന്നും മിക്കൊന്നും കൊടുത്തിട്ടില്ല ഇപ്പോഴും കേട്ടോ. അപ്പൊ അങ്ങനെ അവരുടെ സപ്പോർട്ടാണ് ഇപ്പോഴും വിളിക്കും. പഴയ സ്റ്റുഡിയോ ചേട്ടന്മാരൊക്കെ വിളിക്കും. ഡബ് ചെയ്യണം, ഓർമ്മയുണ്ട നമ്മള് ഇത്ര പൈസ 350 തരാണ്ട്. അങ്ങനെ മൊത്തത്തില് രസമായിരുന്നു ആ ഒരു ലൈഫ് എന്ന് പറയാനായിട്ട്. പക്ഷെ അത് ശരിക്കും കോവിഡ് അവിടെ ഒരു വില്ലൻ പോലെ അങ്ങനെ ഒരു ഗുണവും ദോഷവും ഉണ്ടാക്കിയ ഒരു സമയമായി അല്ലെ കോവിഡിന്റെ സമയം എന്ന് പറയുന്നത്. ഞാൻ അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് 18-ാം പടിയിൽ അഭിനയിച്ച് അന്താക്ഷരി അഭിനയിക്കുന്ന ആ ഒരു ടൈമിലാണ് കോവിഡ് വന്നത്. അപ്പം ആ 18-ാം പടിയൊക്കെ ഞാൻ കഴിഞ്ഞു. അങ്ങനെ കോവിഡ് സമയത്താണ് എനിക്ക് കുറച്ച് ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ. പൈസ ഇല്ല, ഇതാണല്ലോ നമ്മുടെ വേറെ ടോട്ടൽ ഇൻഡസ്ട്രി എല്ലാവരും ലോകം തന്നെ സ്റ്റക്കായി, മൊത്തത്തില് ഒന്നും ചെയ്യാനില്ല. അപ്പം ഫാമിലിയും അത്രയും ഇതല്ലാത്തത് കൊണ്ട് എനിക്ക് അപ്പോഴാണ് ഞാൻ ജോലിനെ കുറിച്ച് ചിന്തിച്ചിട്ട് ഞാൻ 2 വർഷം ബാംഗ്ലൂര് ഒരു MNC കമ്പനിയിൽ VFX ആർട്ടിസ്റ്റ് ആയിട്ട് പോയി. അങ്ങനെ അവിടെ VFX ഭയങ്കര ഫിലിം സെഗ്മെന്റിലുള്ള VFX ആണോ എന്താ? അല്ല, അത് ആനിമേഷൻ ആണ്. VFX ആണ് മൊത്തത്തില് ഒരു മോഷൻ ഗ്രാഫിക്സ്, ടൈറ്റിൽ അങ്ങനെയൊക്കെ പറയുന്ന ഒരു സാധനം. അപ്പം ഞാൻ മൊത്തത്തിൽ MNC ടൈമിംഗ് ആ. രാവിലെ പോകുന്നു, പഞ്ചും ചെയ്യുന്നു, 5 മണിക്ക് തിരിച്ചിറങ്ങുന്നു. അങ്ങനത്തെ ഒരു ലൈഫ് എനിക്ക് ഒട്ടും പറ്റാത്തൊരു ലൈഫായിരുന്നു. പക്ഷെ VFX എന്നുള്ള ഒരു സാധനം എനിക്ക് ക്രിയേറ്റീവ് ഇൻഡസ്ട്രിയിലാണ്, എന്നാൽ കോർപ്പറേറ്റ് ലൈഫാണ്. അപ്പം ഇതെനിക്ക് ഇഷ്ടമാണ്, ചെയ്യാൻ ഇഷ്ടമാണ്, ആനിമേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ ഈ ഒരു ടൈമിങ് എനിക്ക് ഡെഡ് ലൈൻസ് മീറ്റ് ചെയ്യാം. നമ്മൾ ഓരോ ദിവസം ചെയ്യുന്ന പണി ചാർട്ട് ചെയ്ത് ടൈപ്പ് ചെയ്തിടുക, എക്സലില് എനിക്ക് അറിയത്തില്ല, എനിക്ക് പറ്റത്തില്ല. അപ്പോ അതെനിക്ക് പാടായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് ഇങ്ങനെ ഞാൻ നിതീഷേട്ടൻ അതിന് മുന്നേ ഫാലിമി ആക്ച്വലി ഓൺ ആയി, ഇതേപോലെ ഓഫ് ആയ ഒരു സബ്ജക്റ്റാണ്. ആദ്യമേ ഒന്ന് ശരിയായിട്ട് പിന്നെ ജൂഡിന്റെ പ്ലാനിൽ ആ ഒരു സെക്ടറിൽ അത് പോയതാണ്. അതിനുശേഷം ഒരു വലിയ ഗ്യാപ്പ് വന്നു. അതിന്റെ ഇടയിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്, കോവിഡ് വരുന്നത്. ഞാൻ തിരിച്ചങ്ങോട്ട് പോകും. അപ്പൊ ഞാൻ നിതീഷനെ വിളിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും ഒന്ന് ഫാലിമി ഓൺ ആക്കി എടുക്കാവോ, മടുത്തുവിടാ, എങ്ങനെയെങ്കിലും തിരിച്ചു വരണം എന്നുള്ള രീതി. നിതീഷണം പറയുന്നത് ഞാൻ ട്രൈ ചെയ്യണ്ടാ, നമുക്ക് നോക്കാം, മാക്സിമം നോക്കാം. അങ്ങനെ ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോഴാണ് നിതീഷേട്ടൻ വിളിച്ചോണ്ട് ഏകദേശം ഓണായ പോലെയൊക്കെയാണ് ഫാലിമി, നീ റിസൈൻ ചെയ്ത് വന്നു. പക്ഷെ ഞാൻ റിസൈൻ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയ ടെൻഷൻ വരെയില്ല. കാര്യം ഇനി തിരിച്ചു പോക്കില്ല.
പിന്നെ ഒരു ജോലിക്ക് കയറണമെങ്കിൽ വീണ്ടും 6 മാസം നമ്മൾ കഷ്ടപ്പെടണം. അപ്പൊ ഇവിടെ കിട്ടുന്ന എനിക്ക് സേവിങ്സ് ഒന്നും ഇല്ല. പൈസ കിട്ടി ആ ദിവസം റെന്റ്, ബാംഗ്ലൂർ റെന്റ് കഴിഞ്ഞു വരും, അടുത്ത മാസം അടുത്ത സാലറി വരിക എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ജോലി നിർത്തി പോയി കഴിഞ്ഞാൽ ഡു ഓർ ഡൈ ആണ്, എന്തെങ്കിലും പാളി എന്നുള്ള രീതിയിൽ നിന്നാ. പിന്നെ നിതീഷേട്ടൻ പറഞ്ഞു റിസ്ക് എടുക്കാം, ഓണാന്നാണ് തോന്നണേ, റിസ്ക് എടുക്ക് എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ എന്തിലാവട്ടെ എന്ന് പോയി റിസൈൻ എടുത്ത് തിരിച്ചു വന്ന് അങ്ങനെയാണ് ഞാൻ ഫാലിമി. അപ്പോഴും പൂജയൊക്കെ കഴിയുമ്പോഴും എനിക്ക് പേടിയാണ്. പൂജ എന്നാലും അത് കഴിഞ്ഞ് ബേസിലേട്ടൻ വന്നു, മഞ്ജു ചേച്ചി വന്നു, ജഗദീഷനും വന്നു. ഷൂട്ടിന് കാലതാമസം ഉണ്ടായില്ല, പക്ഷെ കുറച്ച് അല്ല, ഞാൻ റിസൈൻ ചെയ്ത് വന്ന ഏകദേശം ഒരു 1-2 മാസത്തിനുള്ളിൽ പരിപാടി ഷൂട്ട് തുടങ്ങി. അപ്പം ഞാൻ അങ്ങനെ വന്ന് ഇവരെല്ലാരും വന്ന് ഷൂട്ടൊക്കെ തുടങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോ ഞാൻ ഓക്കെ ഇനി ഇത് പൊക്കോളും കഴിഞ്ഞു. അപ്പൊ അങ്ങനെയാണ് കോൺഫിഡൻസ് അപ്പോഴാണ് എനിക്ക് കിട്ടിയത്. പിന്നെ ഫാലിമി കഴിഞ്ഞപ്പോഴാണ് പിന്നെ സിനിമയിലേക്ക് കംപ്ലീറ്റ്ലി വരുന്ന രീതിയിലേക്കുള്ള ഒരു ബ്രേക്ക് ത്രൂ കിട്ടിയത്. ഇപ്പോ ഷോർട്ട് ഫിലിം ആണെങ്കിൽ നിങ്ങൾ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി ചെയ്യുന്നത്, അപ്പോഴും നിങ്ങളുടെ തന്നെ കംഫർട്ട് സോണിലാണ്. സിനിമയിലേക്ക് എത്തിയപ്പോൾ ഒരു പെർഫോമർ എന്നുള്ള രീതിയിൽ എങ്ങനെയായിരുന്നു ഒരു കോൺഫിഡൻസ് അച്ചീവ് ചെയ്തത്? ഫസ്റ്റ് ഓഫ് ഓൾ അത് ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തത് നിതീഷ് ചേട്ടൻ എന്നുള്ളൊരു വ്യക്തിയാണ്. കാര്യം അദ്ദേഹത്തിന് എനിക്ക് കുറെ നാളായിട്ട് അറിയാം, വർഷങ്ങളായിട്ടുള്ള ഒരു ചേട്ടനെ പോലത്തെ ഒരു ബന്ധമാണ്. അപ്പൊ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു ബാക്കിൽ നിൽക്കുന്ന ടീമും, ഇപ്പൊ ബബ്ലു ചേട്ടൻ, അതിലുള്ള മിക്ക ടീമും എനിക്ക് ഓൾറെഡി വർഷങ്ങളോളം പരിചയമുള്ള ആൾക്കാരാണ്. അപ്പം അവര് ബാക്കിൽ നിൽക്കുന്നതിന് എനിക്കൊരു കംഫർട്ടാണ്. അപ്പൊ ഇവരെ മാത്രം പേടിച്ചാൽ മതി. അപ്പൊ പിന്നെ ഇവരും കൂടെ 2ാമത്തെ 3ാമത്തെ ദിവസം ആയപ്പോ ഭയങ്കര കംഫർട്ടബിൾ ആയി. അപ്പൊ ഞാൻ ഹാപ്പി ആയി. ഓക്കെ, ഇനി പ്രത്യേകിച്ച് ടെൻഷൻ ആയി. ഇപ്പൊ മൊത്തത്തിൽ പുതിയ ആൾക്കാരായിരുന്നു. ഡയറക്ടർ, ഒരു കലിപ്പൻ ഡയറക്ടർ പുതിയ ആളൊക്കെയാണ് ഞാൻ പേടിച്ചത്. കാര്യം ആദ്യമായിട്ട് ഒരു ബ്രേക്ക് കിട്ടുന്നു. അപ്പൊ ആ ഒരു ടെൻഷൻ ഉണ്ടാവും, ഇത് എങ്ങനെയെങ്കിലും ശരിയാക്കണം എന്നുള്ള ടെൻഷൻസ് വരും. അപ്പൊ ഇവിടെ നിതീഷേട്ടൻ എന്നെ അറിയാം, നമ്മൾ ഒരുമിച്ച് ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്, പുള്ളിയുടെ ആദ്യത്തെ പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഓൾറെഡി നമ്മുടെ 2 പേരുടെ അങ്ങോട്ടുള്ള ടാലന്റ് എന്താണെന്നുള്ള 2 പേർക്ക് ഒരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ പുള്ളിയുടെ കോൺഫിഡൻസ് ആണ് എന്റെയും കോൺഫിഡൻസ് ആയിട്ട് റിഫ്ലക്ട് ചെയ്തത്. പിന്നെ ഇവരെല്ലാവരെയും കംഫർട്ടബിൾ ആക്കിയപ്പോൾ ഞാൻ കംഫർട്ടബിൾ ആയിട്ട് ചെയ്ത സിനിമയാണ് ഫാലിമി. അതായിരിക്കും കൂടുതൽ നന്നായിട്ട് വരാൻ ചാൻസ് ഉണ്ടായത്. ഫാലിമി കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ബ്രേക്ക് ത്രൂ റോൾ പോലെയാണ് തോന്നുന്നത്. ഒരു പുതിയ ആക്ടർ കിട്ടുന്നു, ഭയങ്കര പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരാളെ കിട്ടുന്നു. അതേസമയം തന്നെ വളരെ പരിചയസമ്പന്നനായ എക്സ്പീരിയൻസ്ഡ് ആയ ആക്ടേഴ്സിന്റെ അടുത്ത് ഒരു പതർച്ചയില്ലാത്ത ഇദ്ദേഹം പെർഫോം ചെയ്യുന്നു ത്രൂ ഔട്ട്. ഈ ടീമിനൊപ്പം പെർഫോം ചെയ്യുക, ഇപ്പം ജഗദീഷ് ഏട്ടൻ അല്ലെങ്കിൽ ബേസിൽ, മഞ്ജു പിള്ള, ഇവരുടെയൊക്കെ ഉള്ളൊരു പെർഫോമൻസ്, അത് എന്തോരം വലിയ ലേണിംഗ് പ്രോസസ് ആയിരുന്നു? എനിക്ക് അവരുടെ എന്താ പറയാ പെർഫോമൻസിനെക്കാളും ഇവരുടെ ക്യാരക്ടറാണ് എന്നെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്തത്. കാര്യം ഞാൻ സിനിമ നടന്മാരെ, സോക്കോൾഡ് സിനിമ നടന്മാരെ ഞാൻ ദൂരത്ത് നിന്ന് കണ്ടിട്ടുള്ളൂ, കൂടെ അഭിനയിച്ച ശീലമില്ല. ഇപ്പൊ ഞാൻ അന്താക്ഷരിയിൽ അഭിനയിച്ചു. ഇപ്പം അപ്പോഴും എനിക്ക് സൈജു ചേട്ടനായിട്ട് കോംബോ ഒന്നും ഇല്ല. അപ്പൊ ഞാൻ 18ാം പടിയിലാണെങ്കിലും എനിക്ക് അങ്ങനെ കോമ്പിനേഷൻസ് ഇല്ല. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഒരു നടന്മാരുടെ കൂടെ ഡയലോഗ് എക്സ്ചേഞ്ച് ചെയ്ത് ത്രൂ ഔട്ട് സംസാരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ വരുന്നത്. അപ്പൊ അത് ഒരു ആസ് ആൻ ആക്ടർ അല്ലെങ്കിൽ ഇത്രയും ഇവരുടെ ഒരു എക്സ്പീരിയൻസ് എന്നെ പഠിപ്പിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു പുതിയ ആളെ എങ്ങനെ അവരുടെ ഒരു വെൽക്കമിങ് ആക്കണം, എങ്ങനെ അവരെ കംഫർട്ട് സോണിലേക്ക് ആക്കണം എന്നുള്ളത് അവരുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. ഇപ്പം നമ്മളെപ്പോഴും ഇൻറ്റിമിഡേറ്റഡ് ആയിരിക്കും. അവിടെ ചെല്ലുമ്പോൾ ഇത്ര ആൾക്കാർ നിൽക്കുന്നു, നമുക്ക് എന്ത് പറയാവോ എന്നുള്ള ചിന്തകൾ ഒരു ന്യൂ കമ്മർ എന്നുള്ള രീതിയിൽ നമുക്ക് ഉണ്ടാവും. അപ്പൊ അവരെത്രത്തോളം നമ്മളെ വെൽക്കമിങ് ആണ്, അവര് നമുക്ക് എത്ര ഒരു സ്പേസ് ഉണ്ടാക്കി തരുന്നു, അപ്പോൾ നമുക്ക് പറയാനുള്ള ഒരു വോയിസും അല്ലെങ്കിൽ ഓക്കെ ഡയലോഗ് തെറ്റിച്ചാലും ഓക്കെ എന്ന് തോന്നുന്ന രീതിയിലുള്ള കംഫർട്ട് സോൺ ഉണ്ടാക്കി തരേണ്ടത് ഈ സീനിയർ ആക്ടേഴ്സ് ആണ്. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടു പഠിച്ച ഒരു കാര്യം എന്ന് പറയാം. കാര്യം നാളെ എനിക്കും ഭാഗ്യവശാൽ ഒരുപാട് നാളെ നിൽക്കാൻ പറ്റിയാൽ സിനിമയിൽ എന്നെ പോലെ ആരെങ്കിലും വരുമ്പോൾ എനിക്ക് ചെയ്യാൻ തോന്നുന്ന പല കാര്യങ്ങളും ഞാൻ പഠിച്ചത് അവരുടെ അടുത്ത് നിന്നാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എങ്ങനെ പെർഫോം ചെയ്യുന്നുള്ളതിനേക്കാളും ഈ ഒരു കംഫർട്ട് സോൺ ഉണ്ടാക്കി തന്നപ്പോൾ തന്നെ എനിക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് നാച്ചുറലി ഉണ്ടായി. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു ഓഫ് സ്ക്രീൻ ആയിട്ടുള്ള നമ്മുടെ കംഫർട്ടാണ് എനിക്ക് കൂടുതൽ അതിൽ നിന്ന് കിട്ടിയത്. വേറെ രീതിയിൽ നോക്കി കഴിഞ്ഞാൽ ഈ അന്ന് നിങ്ങളൊരു ഒരേ സമയത്ത് ഈ ഷോർട്ട് ഫിലിമിന്റെ 2 വശത്തൂടെ പോയ ബേസിൽ ഇവിടെ ആക്ടറായിട്ട്, ബേസിൽ ഡയറക്ഷനിലേക്ക് വന്ന ആളാണ്, ബേസിൽ ആക്ടറായിട്ടുണ്ട്. ഇതെന്തെങ്കിലും തരത്തിൽ ഒരു പേഴ്സണൽ റാപ്പോ ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു കുറച്ചുകൂടി ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടോ ഇൻഡസ്ട്രിക്കകത്ത്? ഇപ്പൊ നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റേജിൽ നിന്നാണ് വന്നതെന്ന് അറിയുമ്പോൾ അവർക്ക് നാച്ചുറലി നമ്മളൊരു അടുപ്പം തോന്നും. ഇപ്പൊ കംപ്ലീറ്റ്ലി പുതിയതായിട്ട് വരുന്നതിനേക്കാളും നമ്മുടെ ലൈഫ് ഇങ്ങനെയായിരുന്നു, നമ്മൾ പണ്ട് ഇതേപോലെ മെസ്സേജ് ഇടുന്ന പറയുമ്പോൾ നാച്ചുറലി ഒരു ബ്രദർ എന്നുള്ള ഒരു സാധനം ബേസിലായിട്ട് എൻ്റെ അടുത്ത് തോന്നിയിട്ടുണ്ടാവാം. കാര്യം അത് ഞാൻ ഉറപ്പിച്ച് പറയാനുള്ള റീസൺ, ഇന്നും എനിക്ക് ബേസിലായിട്ട് എപ്പോഴും വിളിക്കാം, എപ്പോഴാണ് വിളിച്ചിട്ട് എനിക്ക്
ചോദിക്കാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചേട്ടാ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്താ ചെയ്യണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് 1.5 മണിക്കൂർ സംസാരിക്കുക, എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാനൊക്കെ റെഡി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ബേസിലേട്ടൻ. അതെല്ലാം ഒരു പക്ഷെ ഈ ഒരു സിനിമയ്ക്കുള്ളിലുള്ള ഒരു അനിയൻ ചേട്ടൻ ബന്ധം മാറ്റിവെച്ച നമ്മളെങ്ങനെ വന്നു, നമ്മളെങ്ങനെ ആ ഒരു മനുഷ്യേട്ടൻ പറഞ്ഞ പോലെ ആ ഒരു കണക്ഷനും കൂടി ആവാം അത് ആ ഒരു ബന്ധം ഉണ്ടാക്കിയത്. അതെന്തുകൊണ്ടും ഇപ്പൊ ഗിരീഷണ്ണനെ കാണുമ്പോഴും, ഗിരീഷണ്ണോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, അപ്പൊ ഗിരീഷണ്ണോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയത് ഇതെല്ലാം കൊണ്ട്. അപ്പൊ കാര്യം പ്രേമലുവിന്റെ റൈറ്റർ കിരൺ ജോഷിയുടെ ആദ്യത്തെ ഇനിഷ്യൽ ഡേയ്സിലെ ഷോർട്ട് ഫിലിമുള്ള നായകൻ ഞാനായിരുന്നു. അപ്പൊ എല്ലാ രീതിയിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റ യൂണിവേഴ്സ് ആണ്. അത് എന്തുകൊണ്ടും ബന്ധങ്ങള് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നു. നമുക്ക് ഇനിയും എന്താ സിനിമകൾ സംസാരിക്കാം, നമുക്ക് ആ ഒരു സ്പേസ് ഉണ്ട്, നമുക്ക് നമ്മൾ അറിയുന്ന ആൾക്കാരാണല്ലോ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് ഭയങ്കര വെൽക്കമിങ് ആയിട്ടുള്ള ഒരു പരിചയക്കാരുടെ സംഘം നമ്മൾ അറിയാതെ ഉണ്ടായി വന്നു. അതെ, ഈ ഫാലിമി കഴിഞ്ഞു, ഫാലിമിക്ക് ഇങ്ങനെ ഒരു അപ്രീസിയേഷൻ കിട്ടുന്നു, തിയേറ്ററിക്കൽ ഇത് കിട്ടുന്നു എന്ന് വെച്ചാൽ ഈ ഇപ്പൊ അന്താക്ഷരി OTT ആണ് വന്നത്. 18-ാം പടി ആ നിലയ്ക്ക് ശ്രദ്ധിക്കപ്പെട്ടതല്ല, ഒരു ലോഞ്ച് ഫിലിം എന്നുള്ളതാണ്. ഏക് ദിൻ എന്ന് പറയുന്ന പടം തിയേറ്ററിൽ റിലീസ് ഉണ്ടായിട്ടില്ല. ഫാലിമിയാണല്ലോ ആ രീതിയിൽ തിയേറ്ററിലേക്ക് സ്ട്രെയിറ്റ് വരുന്നത്. ഒരു ഡേ 1 ഒക്കെ തിയേറ്ററിൽ പോയി കണ്ട് എങ്ങനെയായിരുന്നു അത് പേഴ്സണലിയും ഫാമിലി എന്നുള്ള നിലയ്ക്കും നിങ്ങളുടെ അന്നത്തെ ടീമും അതൊക്കെ? എന്തായാലും ഈ പറയുന്ന നേരത്തെയുള്ള ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ വളരെ സജീവമായ ഒരു കാലമാണല്ലോ. അത് മറക്കാൻ പറ്റാത്ത ദിവസമാണ് ഫാലിമിയുടെ ഫസ്റ്റ് ഡേ. ആദ്യമായിട്ട് നമ്മളിങ്ങനെ കാണാണല്ലോ, വലിയ ഒരു പരിപാടിയിൽ ഇങ്ങനെ ഉണ്ട്. അത് എനിക്ക് ശരിക്കും അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ല. പക്ഷെ ഈ പുറത്തിറങ്ങുമ്പോൾ ഉള്ള അറ്റൻഷൻ, ക്യാമറ, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളൂ. എനിക്ക് അതിനോടൊക്കെ ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ആൾക്കാർ വന്ന് സംസാരിക്കുന്ന ഫോണൊക്കെ എടുത്ത് ഞാൻ അത് ആഗ്രഹിച്ചിട്ടുണ്ട്. എന്ത് തന്നെ ആരും മൈൻഡ് ചെയ്യാത്ത ഞാൻ 1 മില്യൺ വ്യൂസ് ഉള്ള ഷോർട്ട് ഫിലിം അല്ലേ എന്ത് ആഗ്രഹിച്ചു നടന്ന കാലം കണ്ടില്ല. ഈ 1 മില്യണിൽ പെട്ടിട്ടില്ല ആരും, ഞാൻ ആരും കണ്ടിട്ടില്ല കേട്ടോ 1 മില്യണിൽ പെട്ട. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ആഗ്രഹിച്ചിരുന്ന ആളുകളിൽ നിന്ന് ഇപ്പൊ ഒരു അറ്റൻഷൻ കിട്ടുന്നു, ആൾക്കാർ നമ്മുടെ അടുത്ത് സംസാരിക്കാൻ വരുന്നു. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹാപ്പി ആക്കിയത്. ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് എനിക്ക് ഒരു ദിവസം എനിക്കും വന്നല്ലോ. ആ ഒരു ഫീലിംഗ് ആണ് എനിക്ക് ഏറ്റവും പുതുമ. സിനിമയിൽ അഭിനയിച്ചു എന്നെ കണ്ടു എന്നുള്ളതിനേക്കാളും അത് ഒരു പരിധി വരെ എനിക്ക് അറിയാലോ, ഓക്കെ ഞാൻ വരും, അത് കാണുന്നതിൽ ഞാൻ സന്തോഷമാണ്. പക്ഷെ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ 2 പേര് വന്നിട്ട് ഫാലിമിലെ പയ്യൻ ഉള്ളാട്ടോ എന്ന് പറയുന്നത് പുതിയതാണ്. ക്യാരക്ടറിനെ നമ്മുടെ പെർഫോമൻസിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് പുതിയതാണ്. അത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തന്ന ഒരു മൊമെന്റ് എന്ന് പറയുന്നത് ഇനീഷ്യൽ ഡേയ്സിൽ ഫസ്റ്റ് ആയിട്ട്. ഈ ഫസ്റ്റ് പടം എന്ന് പറയുമ്പോൾ അതിൽ ത്രൂ ഔട്ട് റോളാണ്. എന്നാൽ അതിൽ ഈ പറയുന്ന അതിൽ ഏറ്റവും ചെറുപ്പമുള്ള ആളും എന്നാൽ ഒരു വകതിരിവിന്റെ കാര്യത്തിലും വേറെ തന്നെ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ പോകുന്ന ഒരാളാണ്. ആ കുടുംബത്തോട് വേറൊരു തരത്തിൽ അപ്രോച്ച് ഉള്ള ഒരാളാണല്ലോ. ക്യാരക്ടർ എന്നുള്ള രീതിയിൽ എന്തായിരുന്നു ഒരു അപ്രോച്ച് അതിനോട് എടുത്തത്? ക്യാരക്ടർ നിതീഷേട്ടൻ പറഞ്ഞായിരുന്നു, പണ്ട് തൊട്ട് തന്നെ പറഞ്ഞൊരു തല്ലിപ്പുള്ളി അനിയനാണ്. പക്ഷെ ഒരു തല്ലിപ്പുള്ളി നമ്മൾ ഭയങ്കരമായിട്ട് കാണിക്കാനോ അല്ലെങ്കിൽ എംഫസൈസ് ചെയ്ത് വെക്കുന്ന സീൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. മോസ്റ്റ്ലി സട്ടിലായിട്ടുള്ള നീ കൂടെ നടക്കുക, നിന്നെ കൊണ്ട് പറ്റുന്ന കൗണ്ടറൊക്കെ നീ അടിച്ചു, നോർമലി ബിഹേവ് ചെയ്യുന്ന പോലെ ബിഹേവ് ചെയ്താൽ മതി. ഉള്ള മെയിൻലി കൊച്ചി സ്ലാങ് എനിക്കുണ്ട്, അപ്പൊ അത് മാറ്റി ട്രിവാൻഡ്രം സ്ലാങ് ആക്കുക. അപ്പൊ അത് മാത്രമാണ് മെയിൻലി നേരത്തെ തന്ന ഗൈഡൻസ്. ബാക്കി പുള്ളി എനിക്ക് തോന്നുന്നു അബി രാമചന്ദ്രന്റെ എവിടേക്കോ ഞാൻ ഓൾറെഡി ഉള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നിതീഷ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ അങ്ങനെ പിന്നെ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോവായിരുന്നു. എനിക്കങ്ങനെ ക്യാരക്ടറിന് വേണ്ടി ഒരുപാട് വർക്ക് ചെയ്യേണ്ട ഒരു ക്യാരക്ടർ ആയിരുന്നില്ല അബി എന്ന് പറഞ്ഞാൽ. നമുക്ക് എല്ലാവർക്കും കാണാവുന്ന, എനിക്ക് പരിചയമുള്ള ഒരുപാട് പേര് അബീനെ പോലത്തെ ക്യാരക്ടേഴ്സ് ആണ്. അപ്പം അത് സിമ്പിൾ ആയിട്ട് സ്ക്രീൻ പ്ലേ നമ്മുടെ രീതിയിൽ അഡാപ്റ്റ് ചെയ്താൽ തന്നെ ഓക്കെ ആവുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഒരുപാട് പാടുണ്ടായിരുന്നില്ല അത് ചെയ്യാൻ. അതെ, ഇപ്പോ ഞാൻ ഇപ്പോഴും നോക്കുന്ന സമയത്ത് ഇപ്പം ഷോർട്ട് ഫിലിം, ഒരു മുഴുവൻ ഷോർട്ട് ഫിലിം എന്നുള്ള രീതിയിൽ എത്രത്തോളം നല്ലതാണ് എന്നുള്ളതിനേക്കാളും പെർഫോമൻസ് എല്ലാവരും നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പോയിട്ട് ആ ഷോർട്ട് ഫിലിം കാണുമ്പോൾ ഈ ആളാണോ ഇങ്ങനെ നന്നായി അഭിനയിക്കുന്നു എന്നല്ല പറയുന്നത്, ഇയാൾ അന്നേ ഇങ്ങനെ പെർഫോം ചെയ്തിട്ടുണ്ടല്ലോ, നാച്ചുറൽ ആക്ടിങ് ആയിരുന്നല്ലോ എന്ന് ഒരു 10 വർഷം മുമ്പേ പെർഫോമൻസിനെ പ്രൈസ് ചെയ്തിട്ട് കമന്റുകളും ആളുകളുടെ അപ്രീസിയേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ശരിക്കും ഈ ഷോർട്ട് ഫിലിമുകൾ, ഇപ്പോൾ ഒരു 15ഓളം ഷോർട്ട് ഫിലിം നമ്മളെടുത്ത് കഴിഞ്ഞാൽ ആ ഷോർട്ട് ഫിലിമുകളുടെ പെർഫോമൻസ് ഈ പറയുന്ന ഫിലിമിലേക്ക് വന്നപ്പോൾ അതിന്റെ ആക്ടിങ്ങിൽ എത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? നമുക്ക് ഫിയർ ഇല്ല. ഇപ്പം ക്യാമറ വെക്കുമ്പോൾ ആ ഫിയർ ഇല്ല. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഷോർട്ട് ഫിലിം ഒരുപാട് ചെയ്തതിന്റെ ഒരു ഗുണം. കമ്മ്യൂണിക്കേഷൻ എളുപ്പമാണ്. ഇപ്പം എന്താണ് ലെൻസിങ്, ഇപ്പം നമ്മൾ എവിടെ നിൽക്കണം, എപ്പോൾ ഓക്കെ പോരെ, എപ്പോൾ വരാം, അത് അങ്ങനത്തെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു
ഒരു എന്താ പറയാ ഒരു രീതികൾ ഷോർട്ട് ഫിലിം നാളുകൾ തൊട്ട് തന്നെ വന്നതുകൊണ്ട് നമുക്ക് ആ ഒരു അഡാപ്റ്റേഷൻ എളുപ്പമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു കൂടുതലും ലാക്ക് ഓഫ് ഫിയർ ആയിരിക്കാം ഒരു പക്ഷെ നമുക്ക് അങ്ങനെ ചെയ്യാം, ഇതിപ്പോ ബാക്കി ഡയറക്ടർ നോക്കിയിട്ട് വേണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞോളൂ എന്നുള്ളൊരു മൈൻഡാണ്. പിന്നെ എനിക്ക് നിങ്ങൾ തന്നെ ഒരു ടീമിനെ നേരത്തെ തന്നെ നിങ്ങളൊരു പാർട്ട് ഓഫ് ദ ടീം ആയിട്ടാണല്ലോ ഷോർട്ട് ഫിലിം ചെയ്യുന്നത്. അപ്പൊ കുറച്ചുകൂടി കണക്റ്റഡ് ആയ ആളാകുമ്പോൾ നിങ്ങൾക്ക് അതേ ഫീല് പെട്ടെന്ന് തന്നെ വരാൻ സാധ്യതയുണ്ട്. ഇപ്പം പുതിയ ആൾക്കാരും നമ്മുടെ കൂടെ ഷോർട്ട് ഫിലിം ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ആദ്യത്തെ 3-4 ഷോർട്ട് ഫിലിം കഴിഞ്ഞപ്പോൾ തന്നെ ചെറിയ ഷോർട്ട് ഫിലിം ആഗ്രഹം ഉള്ളവർ വരുമല്ലോ, നാച്ചുറലി നമ്മൾ തമ്മിൽ പരിചയപ്പെടും. അങ്ങനെ പുതിയ ആൾക്കാർ വരുമ്പോഴും നമ്മൾ മിങ്കിൾ ചെയ്യാൻ അത്ര പാടൊന്നുണ്ടായിരുന്നില്ല. അപ്പൊ ആ ഒരു എന്താ പറയാ ബോണ്ടിങ് അല്ലെങ്കിൽ പുതിയ ആൾക്കാരോട് സംസാരിച്ചും ഇടപഴകിയും ഷോർട്ട് ഫിലിം ചെയ്തും ശീലിച്ചത് കൊണ്ടാവാം ഒരു പക്ഷെ സിനിമയിലേക്ക് വരുമ്പോഴും അത്രയും പേടിയില്ലാതെ ചെയ്യാൻ തോന്നിയിട്ടുള്ളത്. പക്ഷെ എന്നാലും എനിക്ക് പേടിയുള്ളത് ഇങ്ങനെ ഞാൻ ചിന്തിക്കാം കേട്ടോ മഹേഷ് ചേട്ടാ, അതായത് ആക്ച്വലി ഞാൻ നന്നായിട്ട് അഭിനയിച്ച കുറെ ഷോർട്ട് ഫിലിമുകളുണ്ട്, ഇനി ഈ ടേക്കെങ്ങാനും ഞാൻ കൊളാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് പറയാൻ പറ്റില്ല, ഞാൻ ആക്ച്വലി നല്ല നടനാണ് കണ്ടുനോക്ക് അത് കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ ഒരു സാധനം തന്നെ ഫസ്റ്റ് ടേക്കിൽ കൊടുത്ത് ഇവൻ അഭിനയിക്കാൻ അറിയാന്ന് ഷോർട്ട് ഫിലിം കാണാത്ത ഡയറക്ടേഴ്സിനെയും കൂടെ വിശ്വസിപ്പിക്കണമല്ലോ. അപ്പൊ പുതിയ ആളുകളാണ്. ഇപ്പം കണ്ട ആളാണെങ്കിൽ അവർക്ക് അത് നന്നായിട്ട് അഭിനയിക്കുന്നതാണല്ലോ, എന്ത് പറ്റി ഈ ടേക്ക് എന്ന് ചോദിച്ചാൽ മതി. അതല്ലെന്നുണ്ടെങ്കിൽ ഇവനെ എനിക്ക് അറിയത്തില്ല എന്ന് ചിന്തിക്കും. അപ്പൊ എനിക്ക് അതെപ്പോഴും ഒരു ഫസ്റ്റ് ടേക്ക് ഭയങ്കര പേടിയാ. പുതിയ ആൾക്കാരുടെ അടുത്ത് വരുമ്പോ ഫസ്റ്റ് ടേക്ക് നമുക്ക് പരിപാടി അറിയാം എന്ന് കാണിക്കുന്ന ഒരു ടേക്ക് ആയിരിക്കണം എന്നുള്ളത് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിപ്പിച്ചിട്ടുള്ളത് ഇതുവരെയുള്ള. പക്ഷെ ഭാഗ്യവശാൽ ഫസ്റ്റ് ടേക്ക് എല്ലാം ആരും പറഞ്ഞിട്ടില്ല, ഉണ്ടായിട്ടില്ല. അതെ, അതിൽ നിന്നാണല്ലോ ജിംഖാനയിലേക്ക് വരുന്നത്. ജിംഖാനയുടെ സമയത്ത് ഞാൻ നിങ്ങൾ വേർത്തൊലിച്ച് ഭയങ്കര അത്ര പണിപ്പെട്ടിരിക്കുന്ന, ഇപ്പൊ ഈ ഒരു 5 മാസത്തേക്ക് നിങ്ങളുടെ ട്രെയിനിങ് എന്ന് പറയുന്നത് അത്ര ഇമ്പാക്ട്ഫുൾ ആണ് എന്ന് പക്ഷെ പറഞ്ഞാൽ പോലും ആളുകൾ വിശ്വസിക്കില്ല. അങ്ങനെ ഒരു സ്ഥലത്തു നിന്നാണല്ലോ ഈ ഒരു ടീം, അങ്ങനെ ഒരു എനിക്കൊന്ന് അങ്ങനെ ഒരു പ്രീ പ്രൊഡക്ഷൻ റീസെന്റ് ഒരു പടത്തിന് ഉണ്ടായിട്ടുണ്ടോ സംശയമുണ്ട്. ആക്ടേഴ്സിന്റെ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ആ ക്യാരക്ടറിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഉള്ളത്. ജിംഖാനയാണ് പിന്നെ ഒരു സ്വാഗിലേക്ക്, ഒരു മാസീവ് ഇതിലേക്ക് ഒരു അടുത്ത പടമായിട്ട് വരുന്നത്. എങ്ങനെയായിരുന്നു ജിംഖാന എന്നുള്ള പടം, അതിന്റെ ഒരു എക്സ്പീരിയൻസ് ടോട്ടലി പറഞ്ഞാൽ? ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ തല്ലുമാല കണ്ടിട്ട് നമുക്ക് തല്ലുമാലയുടെ അല്ലെങ്കിൽ ഡയറക്ടറിന്റെ ഭാഗം ഖാലിദ് റഹ്മാന്റെ ഭാഗമായി മാറുക അല്ലെങ്കിൽ ആ സിനിമയുടെ ഭാഗമായി മാറുക എന്നുള്ളത് എന്നെ പോലെ പുതിയ ആക്ടേഴ്സ് എന്നുള്ളതല്ല, എല്ലാ ആക്ടേഴ്സിന്റെ ഒരു ആഗ്രഹമായിട്ടുള്ള ഒരു സമയത്താണ് അദ്ദേഹത്തിന്റെ അടുത്ത സിനിമയിലേക്ക് ഞാൻ ഫാലിമി ഇറങ്ങി 1 മാസമായിട്ടുള്ളൂ. ആ സമയത്താണ് എനിക്ക് അതിൽ നിന്ന് കോൾ വരുന്നത്. അപ്പൊ എനിക്ക് ഡ്രീം കം ട്രൂ മൊമെന്റ് ആണ്. പിന്നെ അവിടെ ചെന്നപ്പോഴാണ് കണ്ടിട്ടാണോ റഹ്മാൻ ആയിരിക്കണം? അതെ, ഫാലിമി കണ്ടിട്ടുണ്ട്. അങ്ങനെ അവിടെ ചെല്ലുന്നു. അപ്പൊ റൊമാനിക്ക പറയുന്നു ഇതൊക്കെയാണ്, ഇടി കൊള്ളേണ്ടി വരും, നല്ല ഇടി, ചിലപ്പോ ഫ്രാക്ചർ ഒക്കെ ഉണ്ടാവും, ലുക്കൂനൊക്കെ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ അതൊക്കെ ഓക്കെ ആണോ, അതൊക്കെ ആദ്യം പേടിപ്പിക്കരുത്. ആദ്യം റൊമാനിക്കനെ കാണുമ്പോ തന്നെ നമുക്കൊരു പേടിയാ, കാര്യം ആദ്യമായിട്ടാണല്ലോ കാണുന്നത് ഇത്രയും വലിയൊരു ഡയറക്ടർ എന്നുള്ളൊരു. അപ്പൊ അതിന്റെ പുറമെ ഇതും കൂടെ പറഞ്ഞ് നമ്മൾ പേടിച്ചുകൂലേ. അപ്പൊ അങ്ങനെ അതൊക്കെ പറഞ്ഞു. പക്ഷെ ആഫ്റ്റർ ഓൾ എനിക്ക് അപ്പോഴും ഞാൻ പറഞ്ഞില്ലേ അനീഷേട്ടാ, കൊച്ചിലെ ചില കാര്യങ്ങൾ TV കാണുമ്പോ നമുക്കും അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഈ ദങ്കല്, രൺബീർ കപൂർ, സഞ്ജു ട്രാൻസ്ഫോർമേഷൻ ഒക്കെ കാണുമ്പോ നമുക്കും അങ്ങനെയൊക്കെ ഇരുന്ന് പറയാം ഇന്റർവ്യൂവില്, ഇങ്ങനെയൊക്കെ ഒരു മാറ്റം സിനിമയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്നു. അത് എല്ലാ സിനിമയിലും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല, ഒരു അപൂർവമാണ്. 5 മാസം ഇതിനുവേണ്ടി കഷ്ടപ്പെട്ട് 100 ദിവസം ഷൂട്ട് ചെയ്യുന്ന സിനിമകള് നമുക്ക് അത്രയും ട്രസ്റ്റ് ഉള്ള ക്യാരക്ടർ, നമ്മുടെ ബോഡി വിട്ട ക്യാരക്ടറിന്റെ ബോഡി ഉണ്ടാക്കിയെടുക്കുക. അത് മാത്രമല്ല നമ്മൾ ഇത്രയും ഡേറ്റ് അല്ലെങ്കിൽ ഒരു 100 ദിവസവും 5 മാസം 1 വർഷത്തോളം നമ്മൾ ഒരു സിനിമയ്ക്ക് കൊടുക്കണമെങ്കിൽ ആ സിനിമ അത്രയും സോളിഡ് സിനിമ ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് അത്രയും വിശ്വാസമുള്ള സിനിമ ആയിരിക്കണം, നമുക്ക് ചെയ്യാൻ തോന്നുന്ന സിനിമ ആയിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇത്രയും എഫേർട്ട് ഇടുന്നത് എവിടെയും കാണാതെ പോകുന്നു എന്നുള്ള ഒരു ചിന്തയിൽ നമുക്ക് ഇടാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അത് റഹ്മാനിക്കയുടെ പടമാണ്. അപ്പോൾ ആലപ്പുഴ ജിംഖാന, നസ്ലൻ, ലുക്കു, ഗണു, നമ്മൾ ഒരുപാട് സ്റ്റാർസ് ഉള്ളൊരു സിനിമയാണ്. അപ്പൊ അതില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിലേക്ക് വിളിക്കുന്നു. ഇമ്മീഡിയറ്റ്ലി സിനിമ ഞാൻ വന്നേ ഉള്ളൂ, അപ്പൊ തന്നെ വിളിക്കുന്നു. അപ്പൊ അത് വലിയ റെസ്പോൺസിബിലിറ്റീനെക്കാളും എനിക്ക് വലിയൊരു അംഗീകാരമാണ്. അത് ഒരു ആസ് എൻ ആക്ടർ കോൺഫിഡൻസ് തരുന്ന ഒരു കാര്യമാണ്. അതപ്പോ അത് ഒരിക്കലും എനിക്ക് പേടിയോടെ അല്ല ഞാൻ അതിനെ അപ്രോച്ച് ചെയ്തത്. അപ്പൊ ചെയ്യാം, അത് എന്താ ചെയ്യാം എന്നുള്ളൊരു ആ ഒരു ആഗ്രഹം എനിക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. ആഫ്റ്റർ ഓൾ പേടി ഉണ്ടായിരുന്നു, ഇട്ട് കിട്ടുന്നതിന്റെ ഒക്കെ പേടി ഉണ്ടെങ്കിലും അത് ഞാൻ പുറത്ത് കാണിച്ചിട്ടില്ല. അങ്ങനെയാണ് അതിലേക്ക് ഇന്നാവുന്നത്. പിന്നെ നമ്മൾ നാച്ചുറലി പ്രോസസ്സിലേക്ക് പോകുമ്പോൾ വേറെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ നമുക്ക് മെന്റലി എക്സോസ്റ്റഡ് ആവാൻ എളുപ്പമാണ്. നമ്മൾ
ഇതാണല്ലോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇത് തന്നെ ഫുഡ് ഡയറ്റ് പുതിയൊരു ശീലത്തിലേക്ക് പുതിയ ശീലം നമ്മൾ ഇതുവരെ അങ്ങനെ ചെയ്യാത്തൊരു പരിപാടി. അപ്പം ആ എൻവയോൺമെന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആ എൻവയോൺമെന്റിലേക്ക് റഹ്മാനിക്ക മനുഷ്യനെ അറിയായിരിക്കുമല്ലോ, അത്രയും ചില്ലായിട്ടുള്ള ഒരു മനുഷ്യനാണ്. നസ്ലൻ, ലുക്കു, ഗണു, ഞങ്ങളുടെ ട്രെയിനറായ ജോഫിൽ കോച്ച്, ഷിഫാസിക്ക, അപ്പൊ എല്ലാരും ഭയങ്കര എന്താ പറയാ അത്രയും കംഫർട്ടബിൾ സോണിൽ നമ്മൾ അടുത്തൊരു ഹോം ഹോം ആണ്. അപ്പം എനിക്ക് തോന്നുന്നു അതും കൂടെ ആയിരിക്കും. നമ്മൾ എൻജോയ് ചെയ്താ ഷൂട്ട് ചെയ്തത്, എൻജോയ് ചെയ്താ വർക്ക്ഔട്ട് ചെയ്തത്. രാവിലെ പോകുമ്പോഴും വൈകുന്നേരം ഇപ്പൊ കോച്ച് ജോഫിൽ കോച്ച് നമ്മള് രാവിലെ ഇത് കഴിഞ്ഞതിന് ശേഷം, അതായത് 10 തൊട്ട് 11 വൈറ്റ് ട്രെയിനിങ് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ കൊണ്ട് പഴംപൊരിയും ബീഫും കഴിക്കാൻ കൊണ്ടു. ഫ്രഞ്ച് ബീഫ് എന്ന് പറഞ്ഞൊരു സാധനമൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ജോഫിൽക്ക്. അപ്പൊ ഞാൻ നോക്കുമ്പോ കോച്ചാണ് എനിക്ക് ഫ്രഞ്ച് ബീഫൊക്കെ മേടിച്ചിട്ടുണ്ട് ഡയറ്റ്. അപ്പൊ പുള്ളി പറഞ്ഞില്ല നീ കഴിച്ചോ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഈ കഴിക്കുന്നതൊക്കെ പിറ്റേ ദിവസം നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കും. അങ്ങനെ അപ്പൊ നമ്മൾ തന്നെ ഫ്രഞ്ച് ബീഫ് വേണ്ട അപ്പൊ അങ്ങനെയുള്ളൊരു മെത്തേഡിലാണ് നമ്മളെ തന്നെ വേണ്ടാന്ന് വെച്ച് പല കാര്യങ്ങൾ വേണ്ടാന്ന് വെപ്പിച്ച് അതിലേക്ക് പ്രീ ഷൂട്ട് തന്നെ നിങ്ങൾ അതൊരു ടീമായി ബിൽഡ് ചെയ്തല്ലേ? ജിംഖാന ഒരു ടീമായിട്ട് മാറിയിട്ടുണ്ട് വന്നു. അപ്പൊ നിങ്ങൾ ആരും ഷൂട്ടിന്റെ സമയത്ത് കാണുന്ന ആൾക്കാരല്ല, അതിലുള്ള എല്ലാവരും നമ്മൾ നേരത്തെ 5-6 മാസമായിട്ട് പരിചയമുള്ള. അപ്പൊ നമ്മൾ പെട്ടെന്നൊരു നാൾ ഷൂട്ട് തുടങ്ങി ഷൂട്ട് ചെയ്യാം എന്നുള്ളൊരു അത് ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ നമ്മൾ അതിനുവേണ്ടി ആന്റിസിപ്പേറ്റ് ചെയ്ത് ആ ദിവസം എല്ലാരും കൂടെ വന്ന് അങ്ങനെയൊന്നും ഇല്ല. ഭയങ്കര ഒരു ടൂറ് പോകുന്ന ലാഭത്തിലാണ് നമ്മൾ ഷൂട്ടിലേക്ക് പോയത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതേസമയം തന്നെ ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറയുന്നത് സന്ദീപിന്റെ ആണ് ക്യാരക്ടറിന്റെ ഒരു ഭയങ്കര അതിന്റെ ഒരു സ്വാഗ് ഉണ്ട്, മൾട്ടിപ്പിൾ ഇൻട്രോ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ആ ക്യാരക്ടറിനെ ഞാൻ പെർഫോമിങ് ഇതിലുണ്ട്. പക്ഷെ അവിടെ ഈ പറഞ്ഞ ഒരു പ്രൊഫഷണൽ ബോക്സിങ്ങിന്റെ ഒരു പെർഫോമർ ആയിട്ട് തന്നെയാണല്ലോ കാണുന്നത്. അത് എത്രമാത്രം ഒരു വെല്ലുവിളിയായിരുന്നു പെർഫോം ചെയ്യുക എന്നുള്ളത്? ബോക്സിങ്ങിന്റെ സ്റ്റൈല് കൊണ്ടുവരാൻ ഭയങ്കര പാടാ. അത് നമ്മൾ എത്രയൊക്കെ ചെയ്താലും ആ ഒരു സ്റ്റൈല് വരാൻ കുറച്ച് സമയം എടുക്കും. നമ്മൾ പഞ്ചസ് എളുപ്പം അഭിനയം എന്നുള്ളതിനേക്കാളും ഇതൊരു ബോക്സിംഗ് റിലേറ്റഡ് സിനിമയാണ്. ഒരു സിനിമയിൽ ബോക്സിംഗ് വരുന്ന സിനിമയല്ല, ബോക്സിംഗ് ആണ് മുഴുനീളം. അപ്പൊ അത് ബിലീവബിൾ ആക്കണം. നമ്മുടെ ഫിസിക് ആണെങ്കിലും നമ്മുടെ പെർഫോമൻസിലാണെങ്കിലും അത് ബിലീവബിൾ ആക്കുക. ഇപ്പം പിന്നെ പയ്യന്മാരാണ്, നമ്മൾ 18-19 വയസ്സാണ് നമ്മൾ പ്ലേ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഒരുപാട് ജാക്ഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് കുറച്ച് മാറി വെക്കും. അപ്പം പയ്യന്മാരാണ് എന്നുള്ളൊരു ബിലീവബിലിറ്റിയും വേണം. എല്ലാവരും ഇത് പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ ഫൈറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ആ സ്റ്റൈല് വരാൻ സമയം എടുത്തു. ബാക്കി എല്ലാവർക്കും ഒരു പരിധി വരെ നേരത്തെ വന്നു. എനിക്ക് ഷൂട്ടൊക്കെ കഴിഞ്ഞാ വന്നത്. എനിക്കത് വരാൻ കുറച്ച് സമയം എടുത്തു. അപ്പൊ ഞാൻ നോക്കുമ്പോ കോച്ചിനോട് ഞാൻ പറയും എനിക്ക് എന്താ വരാത്തത്, ഞാൻ ഇടിക്കുന്നുണ്ട്, എന്റെ സിനിമാറ്റിക് ഇടിയാ, വിജയാണ് ഞാൻ ഇടിച്ച് പൊളിക്കും എന്നുള്ള ഒരു തീരും. അപ്പൊ എനിക്ക് ആ ഒരു ബോക്സറിന്റേതായ ഒരു സാധനം പയ്യെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോ റഹ്മാനിക്കും ജോഫിൽ കോച്ചും വന്ന് പറഞ്ഞു പേടിക്കണ്ട, അത് കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ. അപ്പൊ ഞാൻ എനിക്കെപ്പോഴും മനസ്സിലാവുന്നില്ല അങ്ങനെ പറഞ്ഞ്. പിന്നെ മനസ്സിലായി ക്യാരക്ടർ തന്നെ ഷോ ആണ്, എന്തിലൊക്കെ ചെയ്താ മതി. എനിക്കെല്ലാം അറിയാം, ഞാൻ ഇടിച്ചു പൊളിക്കും എന്നുള്ളൊരു മൈൻഡിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. പഞ്ചസ് ഒന്നും അത്ര ആക്യുറേറ്റ് ആയില്ലേലും കുഴപ്പമില്ല, കാര്യം ഒരെണ്ണം പോലും കൊള്ളുന്നില്ല. അപ്പൊ പ്രത്യേകിച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ആ ഒരു സ്വാഗും കാര്യങ്ങളൊക്കെ ഒന്ന് ഓക്കെ ആയാൽ മതി. അത് ഷോമാൻ സാധനം പിടിച്ചാൽ മതി. അപ്പൊ അതുകൊണ്ട് നീ ഓക്കേടാ, വേറെ ഒന്നും നീ പണിയെടുക്കണ്ട, ഇങ്ങനെ തന്നെ ഒന്ന് നിന്നാ മതി എന്നുള്ള കാര്യം റഹ്മാനിക്ക് പറയാം. അതുകൊണ്ട് തന്നെ എനിക്ക് ബോക്സിങ്ങിന് അത്രയും തലപോക്കേണ്ടി വന്നില്ല. ഇടി മേടിക്കുക എന്നുള്ളതിന് മാത്രമേ തലപോക്കേണ്ടി വന്നുള്ളൂ. ആ ഒരു 3-4 ഇടി കിട്ടുന്നുണ്ട് എനിക്ക്. അപ്പൊ ആ ഒരു കാര്യം മാത്രമേ ചിന്തിക്കേണ്ടി വന്നുള്ളൂ. അതെ, ഈ ജിംഖാന കൂടി കഴിയുന്ന സമയത്ത് ഉറപ്പായും ഞാൻ പറഞ്ഞത് നമ്മളിപ്പം ഇപ്പൊ പ്രേമലുവിന് ശേഷം നെസ്ലിന് കിട്ടുന്ന ഒരു അപ്രീസിയേഷൻ പോലെ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞത് ഒരു അടുത്ത ഒരു പ്രോമിസിങ് യങ് ആക്ടർ വരുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് സന്ദീപിന് റീഡ് ചെയ്യപ്പെട്ടത് ജിംഖാനയ്ക്ക് ശേഷം. അതെടുത്ത് ആളുകൾ പറയുന്നു, ഡിസ്കസ് ചെയ്യുമ്പോൾ റിവ്യൂ വരുമ്പോഴും സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യും, അങ്ങനെ ഒരു അപ്രീസിയേഷൻ വരുവാണല്ലോ. ഇത് ഏത് തരം കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക? നമ്മളുടെ സ്റ്റെപ്പ് മാറുവാണല്ലോ. അടുത്ത ദിവസം കേൾക്കുന്ന സ്ക്രിപ്റ്റ് ഞാൻ പറഞ്ഞ വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞ വേറൊരു തരം ഫെയിമിലേക്കാണല്ലോ എത്തുന്നത്. നമ്മൾ ആഗ്രഹിച്ച വഴി തന്നെ എത്തുന്നത്. പക്ഷെ നമ്മൾ ആഗ്രഹിച്ച വഴിയിൽ തന്നെ എത്തി മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ വളരെ പ്രായോഗികമായിട്ട് എന്തൊക്കെ ചെയ്യണം, അത് ഞാൻ പറഞ്ഞ ഇതൊന്നും പറഞ്ഞു തരാനും പഠിപ്പിച്ചു തരാനും നമ്മളൊരു വേറൊരു സ്കൂളിങ്ങിലല്ലല്ലോ വരുന്നത്. അതെന്തായിരുന്നു ആ ഒരു മൂഡ് എന്തായിരുന്നു ആ സമയത്ത് പടം ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം? എന്തായാലും എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് ഈ പറയുന്ന നല്ലൊരു എക്സ്പോഷർ ഗ്രാഫ് എപ്പോഴും കയറി പോകണം എന്നുള്ളത്. അത് എത്ര ചെറുതാണെങ്കിലും താഴെ പോരുത് എന്നുള്ളതായിരുന്നു എൻ്റെ. അത് ആലപ്പുഴ ജിംഖാനയുടെ റിസപ്ഷനിൽ കിട്ടി. അത് ആദ്യം തന്നെ ഭയങ്കര പാടാ, എന്താ പറയാ, പുതിയൊരു ആക്ടറിനെ പെട്ടെന്ന് തന്നെ ഒരു ലീഡ് എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കുന്ന രീതിയിലുള്ള പെട്ടെന്ന് തന്നെ സംഭവിക്കുക, അത് ഇച്ചിരി പാടാണ്. അത് പെട്ടെന്ന് സാധിച്ചത് ഒരു പരിധി വരെ ഒന്ന് ഖാലിദ് റഹ്മാൻ എന്നുള്ളൊരു ബ്രാൻഡ്
ജിംഖാന എന്ന് പറയുന്ന ഒരു സിനിമ. കാര്യം ജിംഖാനയ്ക്ക് ഉണ്ടായ പോപ്പുലാരിറ്റി വലിയ പോപ്പുലാരിറ്റി ആണ്. നമ്മൾ എല്ലാവരും ആന്റിസിപ്പേറ്റ് ചെയ്ത ഫെസ്റ്റിവൽ വിന്നർ ആണ്. അപ്പൊ അത്രയും ആഗ്രഹിച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ ഹൈപ്പിൽ നിൽക്കുന്ന ഒരു സിനിമയാണ്. അപ്പൊ ഒബ്വിയസ്ലി അതിലൊരു ചെറിയ ക്യാരക്ടർ ചെയ്യുന്നതെന്ന് തന്നെ നല്ല രീതിയിൽ എക്സ്പോസ്ഡ് ആവും. അപ്പോ നല്ലൊരു ക്യാരക്ടർ, അതും ഈ കുറച്ച് കലിപ്പ് ട്രേറ്റ്സ് അല്ലെങ്കിൽ സ്വാഗ് ട്രേറ്റ്സ് ഒക്കെ വരുമ്പോൾ നാച്ചുറലി ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു മാറി നിൽക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് ഫീൽ ചെയ്യാം. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു കോംബോ, അതായത് മൊത്തത്തില് ആ ഒരു നല്ലൊരു റൈറ്റ് ടൈമില് റൈറ്റ് സിനിമയുടെ ഭാഗം നല്ല ക്യാരക്ടറും കിട്ടിയത് ആയിരിക്കാം ഒരു പരിധി വരെ ആ ഒരു റിസപ്ഷന്റെ കാരണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഫാലിമിക്ക് ശേഷമാണ് ജിംഖാന, പക്ഷെ ജിംഖാനയ്ക്ക് ശേഷം എടുത്ത തീരുമാനമല്ലല്ലോ പടക്കളം, അത് അതിനു മുമ്പല്ലേ. പക്ഷെ ഞാൻ ഇതൊരു ഈ പറഞ്ഞ ഗ്രാഫ് എന്നുള്ളത് അത് കൃത്യമായി സംഭവിച്ചു എന്നുള്ളൊരു സംഗതി കൂടി ഉണ്ട്. പടക്കളെത്തുമ്പോൾ ഞാൻ പറഞ്ഞൊരു ഇവിടുത്തെ ലീഡ് ആക്ടർ പൊസിഷനിലേക്ക് കൂടിയാണ് അങ്ങനെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ആലോചിക്കുന്ന സിനിമകൾ വരുന്നു. അങ്ങനെ ഒരാളെ കിട്ടി എന്നുള്ള ആഹ്ലാദം പ്രേക്ഷകർക്കടക്കം വരുന്നു എന്നുള്ളതാണ്. പടക്കളം ഇതിന്റെ ഇടയിൽ എവിടെയാണ് ഓണായിരുന്നത്? പടക്കളം ഞാൻ ജിംഖാനയുടെ ഷൂട്ടിന്റെ ഇടയിലാണ് എനിക്ക് സിനിമ വരുന്നത്. അപ്പം അത് വന്നത് ഫാലിമിന്നുള്ള കോളാണ്. അതാണ് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത്. അല്ല, ഫാലിമിന്നൊന്നും കോളല്ല. ഫാലിമി അവർക്കൊരു കോൺഫിഡൻസ് തന്നിരുന്നു, ഞാൻ സിനിമയിലേക്ക് മെയിൻ സ്ട്രീമിലേക്ക് വന്നു എന്നുള്ളൊരു കോൺഫിഡൻസ് തന്നിരുന്നു. പക്ഷെ അതിന് മുന്നേ ഞാൻ പറഞ്ഞില്ലേ, ഏക് ദിൻ എന്ന് പറയുന്ന ഒരു സിനിമ ഞാൻ ചെയ്തത് വളരെ കൊച്ചിലെ ചെയ്ത സിനിമയാണ്. അതായത് ഞാനന്ന് 18 പടിയിൽ 18 വയസ്സാണോ? അല്ലല്ലോ, എനിക്ക് ഏജ് ഓർമ്മയില്ല. എന്തായാലും കുഞ്ഞായിരുന്നു ഞാൻ ആ സമയത്ത്. കോളേജ് സെക്കൻഡ് ഇയർ ആ സമയത്ത് അങ്ങണ്ടായിരുന്നു. ആ ഒരു ഏജ് ഉണ്ടാവും, 19-20 വയസ്സുണ്ടാവും. അപ്പൊ ഈ 18 പടി കഴിഞ്ഞ് ഇമീഡിയറ്റ്ലി ചെയ്ത സിനിമയാണ് ഏക് ദിൻ. അപ്പൊ അതിന്റെ പ്രൊഡ്യൂസറാണ് ഷിബുജി സുശീലൻ എന്ന് പറയുന്ന ഷിബുചേട്ടൻ, ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ പ്രൊഡക്ഷൻ കൺട്രോളറാണ്. അപ്പൊ അന്ന് ഈ സിനിമ വിജയേട്ടൻ കണ്ടിരുന്നു. ആ സമയത്ത് കണ്ടപ്പോ അത് ഞാൻ നായകനായിരുന്നു, ഏക് ദിനിൽ ഞാൻ നായകനാണ്. അപ്പൊ അത് കണ്ടപ്പോ ആണ് പുള്ളിക്ക് ഓക്കെ പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് എന്ന് അന്ന് ചിന്തിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ മെയിൻ സ്ട്രീമിലേക്ക് ഫാലിമിയിൽ വന്നപ്പോൾ പുള്ളിക്ക് ഒരു കോൺഫിഡൻസ് വന്നു. അപ്പം ഇങ്ങനെ ഒരു പരിപാടി പിടിക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് എന്നെ അപ്രോച്ച് ചെയ്തത്. അത് ഈ റീസണിലെ ഞാൻ അറിയണം കേട്ടോ. വിജയേട്ടൻ്റെ അടുത്ത് പറയാം, നിന്നെ ഞാൻ ഫാലിമി ഉണ്ടല്ലോ വിളിച്ചത്, ഏക് ദിൻ കണ്ടിട്ടാണ് എന്നെ വിളിക്കണം. പിന്നെ ഫാലിമി ഉണ്ടപ്പോ ഓക്കെ നീ സെറ്റ് ആണെന്ന് എനിക്ക് അറിയാം. അപ്പോഴും നമ്മുടെ ഗ്രാഫിന് ഗുണപ്പെടുകയാണ് ഒരു പടം, അതായത് തിയേറ്ററിൽ എത്താത്ത ഒരു പടം കൂടി ഇതിലേക്ക് എല്ലാം അന്ന് നടക്കാതെ പോയ പല കാര്യങ്ങളും പിന്നെ കറക്റ്റായി വന്ന് വീഴുമെന്ന് പറയാം. അപ്പോ അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. പക്ഷെ എനിക്ക് ടു ബി ഓണസ്റ്റ് മനീഷ് ചേട്ടാ, എനിക്ക് നായകനാവണം എന്നായിരുന്നു ആഗ്രഹം. എനിക്ക് എങ്ങനെയെങ്കിലും, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ലാർജർ ദാൻ ലൈഫ് സിനിമകള്, വിജയ് ചെയ്യുന്ന പോലത്തെ സ്വാഗുകള്, സൂര്യ ചെയ്യുന്ന, എനിക്ക് അയനിലൊരു പാട്ടില്ല പല പല എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, അതിൽ പല ക്യാരക്ടറിലായിട്ട് ഇദ്ദേഹം സോങ്ങിൽ വരും. അതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള പാട്ടുകൾ അതൊക്കെ. അപ്പൊ എനിക്ക് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു നായക ലെവലിലേക്ക് എത്തണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ലീഡ് പ്ലേ ചെയ്യണം, കുറച്ച് സ്വാഗ് ഒക്കെ ചവിട്ടി ഒന്ന് നിക്കണം, അതൊക്കെ ഇൻട്രോ ഒക്കെ ഞാൻ അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് എപ്പോഴെങ്കിലും അവിടെ എത്തണം എന്നുള്ളത് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് എന്നെത്തണം എന്നുള്ളതില്ല, പയ്യാണെങ്കിലും അതിലേക്കുള്ള ഒരു ട്രാവൽ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോഴാണ് ഇതെല്ലാം സംഭവിച്ചു വരുന്നത്. പടക്കളം വന്നപ്പോ ഒബ്വിയസ്ലി മനീഷേട്ടൻ അറിയാം, സ്ക്രീൻ പ്ലേ വായിക്കുമ്പോൾ തന്നെ ഞാൻ വീഴും. കാര്യം സെക്കൻഡ് ഹാഫിൽ ഇങ്ങനെ ഒരു സാധനം ഹെവി സാധനം ഉണ്ട്. ഫസ്റ്റ് ഹാഫിലാണെങ്കിലും ഒരു ആക്ടറിനെ സംബന്ധിച്ച് 2 ക്യാരക്ടറും പ്ലേ ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറയുന്ന ഡ്രീം പ്രൊജക്റ്റ് ആണ്. അത് ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ബാനറിൽ മനു ബേസിലേട്ടന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ആളാണ്. മനുവിന്റെ നറേറ്റീവ് സ്റ്റൈൽ അടിപൊളിയാണ്. മനു നന്നായിട്ട് കഥ പറയുന്ന ഒരാളാണ്. അപ്പൊ എല്ലാ രീതിയിലും ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് കമ്മിറ്റ് ചെയ്ത ഒരു സിനിമയാണ് പടക്കളം. പക്ഷെ പടക്കളത്തിൽ ഈ പറയുന്ന ഞാൻ കേറിയപ്പോ ഏറ്റവും കൂടുതൽ പേടിച്ചും കൂടെ കമ്മിറ്റ് ചെയ്തതാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ലീഡാണ് ഇത്, പാളി ആ മൊമെന്റ് അല്ലേ, ബോഡി ട്രാൻസ്ഫോർമേഷന് ശേഷം കഴിഞ്ഞുള്ള അതൊരു ഗ്യാപ്പിന് ശേഷമാണല്ലോ ആ ക്യാരക്ടറിന്റെ റിവീൽ ചെയ്യുന്നത്. അയാളവിടെ കിടക്കുന്നിടത്തുനിന്ന് നമ്മൾ വീണ്ടും കുറച്ച് ഫ്ലാഷ് ബാക്കിലേക്ക് പോയിട്ടാണല്ലോ പിന്നീട് ഈ പറയുന്ന ഷറഫുദ്ദീൻ ഇങ്ങോട്ട് സ്വിച്ച് ആയി വരുന്നത്. അപ്പം എന്തുകൊണ്ടും ഈ ഒന്ന് നായകസ്ഥാനം ഏറ്റെടുക്കുന്നു എന്നുള്ളൊരു ആദ്യമായി എന്താ പറയാ, ഇപ്പൊ എന്നെ അത്രയും ഫെമിലിയർ ആയിട്ടാണ് ഞാൻ പയ്യെ നായകനിലേക്ക് വരുന്നത്. ഒരു പരിധി വരെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യാനുള്ള ചാൻസുകൾ കൂടുതലാണ്. പക്ഷെ ഇത് ഇമീഡിയറ്റ്ലി വരുന്നത് കൊണ്ട്, അതും ഞാൻ പറഞ്ഞല്ലോ ആലപ്പുഴ ജിംഖാന ഇറങ്ങുന്നതിന് മുന്നേ കമ്മിറ്റ് ചെയ്താണ്. അപ്പൊ എന്തായിരിക്കും എന്റെ റിസപ്ഷൻ എന്ന് എനിക്ക് അപ്പോഴും ഐഡിയ ഇല്ല. അപ്പൊ കമ്മിറ്റ് ചെയ്ത് കൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ സെക്കൻഡ് ഹാഫിൽ ഈ ആൾക്കാരെ 5-6 പേര് ഇടിച്ചിടാന്നൊക്കെ പറയുന്ന സാധനം എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും? ഒരു സ്റ്റാർ വന്ന് ചെയ്താൽ ബിലീവബിൾ ആണ്, ഓൾറെഡി സ്റ്റാർ ഉള്ള ബിലീവബിൾ ആണ്. ഞാൻ പുതിയൊരാൾ വന്ന് അങ്ങനെ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് എന്തായിരിക്കും തോന്നി, പിന്നെ തോന്നി കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ. അപ്പൊ അത് തോന്നുവോ എന്നൊക്കെയാണ് ഞാൻ കൂടുതൽ ടെൻഷൻ അടിച്ചിരുന്നു. പക്ഷെ
ഇതെല്ലാം ഒരു ഭാഗ്യം എന്ന് വേണം പറയാൻ. അതെ. ഇപ്പൊ ഷറഫിലെ ആ ബോഡി സ്വാപ്പ് ആ സീൻ അതിന് ശേഷമുള്ള സീൻസ് ചെയ്യാന്ന് പറയുന്നല്ലോ, അത് ശരിക്കും ഈ രണ്ട് പോർഷൻ എങ്ങനെയാണ് ആസ് എൻ ആക്ടർ എന്നുള്ളത് ഇതിൽ മെന്റലി അല്ലെങ്കിൽ ഫിസിക്കലി എന്തായിരുന്നു അതിനോടുള്ള അപ്രോച്ച്? എന്താ പറയാ, ഈ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ കൃത്യമായിട്ട് ഇതിന്റെ രണ്ടിന്റെയും എസെൻസ് മനു എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ജിതിൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഇൻട്രോവേർട്ട് ആണ്, അത് ഇതാണ് ട്രേറ്റ്സ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ രഞ്ജിത്ത് എന്നുള്ള ക്യാരക്ടർ ആണെങ്കിലും കുറച്ച് നിഗൂഢമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എന്താ പറയാ, ടെറർ ആവേണ്ട സമയത്ത് ടെറർ ആവും, ഇപ്പൊ എന്തോ ഒളിപ്പിക്കുന്നതുകൊണ്ട് ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളൊക്കെയാണ് മനു എഴുതി വെച്ചിട്ടുള്ളത്. പക്ഷെ ഇതൊരു ആസ് എൻ ആക്ടർ ആര് വരുന്നു അയാളാണ് ഇതിനൊരു ജീവൻ കൊടുക്കുന്നത്. അയാളുടെ മാനറിസം ബോഡി ലാംഗ്വേജ് ഒക്കെ കുറച്ച് ഇതിലേക്ക് വരുമ്പോഴാണ് അതിനൊരു ലൈഫ് ഉണ്ടാവുന്നത് ആ ക്യാരക്ടറിന്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഓൾറെഡി പ്രിപ്പയർ ആയിട്ട് ഞാൻ വരുന്നതിൽ അർത്ഥമില്ല. ഇപ്പം രഞ്ജിത്ത് എന്നുള്ള ക്യാരക്ടർ ഞാൻ ഇങ്ങനെ മാറുമ്പോൾ ഇങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഷറഫിക്ക് ചെയ്യുമ്പോൾ വേറെ ആണെന്നുണ്ടെങ്കിൽ എന്റെ പ്രിപ്പറേഷൻ എല്ലാം വേസ്റ്റ് ആണ്. അപ്പം മാക്സിമം ബ്ലാങ്ക് ഷീറ്റ് ആയിട്ട് വരിക, അത് ഷറഫിക്ക് എന്താണ് എഴുതാൻ ഉദ്ദേശിക്കുന്നത് അത് എന്റെ രീതിയിൽ ഞാൻ ഇപ്പുറത്ത് എഴുതുക എന്നുള്ളതായിരുന്നു എന്റെ ഒരു തോട്ട് പ്രോസസ്സ്. ജിതിൻ എന്നുള്ള ക്യാരക്ടറാണ് ഞാൻ കൂടുതൽ വർക്ക് ചെയ്തത്, എത്രത്തോളം ഇൻട്രോവേർട്ട് ആക്കാം. അപ്പൊ എന്റെ അടുത്ത് മനു പറയണം, നിനക്ക് രഞ്ജിത്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഏകദേശം ഒരു കോൺഫിഡൻസ് ഉണ്ട്, പക്ഷെ ജിതിൻ നീ എത്രത്തോളം പാവമാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ട് ഉള്ളതെന്ന് പറയാം. അപ്പൊ ഞാൻ പാവല്ലേ, ഞാൻ എന്നുള്ള രീതി മനുവിനോട് പറഞ്ഞു. അപ്പൊ അങ്ങനെ മനു കണ്ണാടിയൊക്കെ വെച്ച് മുടിയൊക്കെ ചീവി അങ്ങനെയൊക്കെ ചെയ്താലോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് ശരിക്കും ഒരു അഭിനയിക്കാൻ അറിയാത്ത ആളെ ഇങ്ങനെ മേക്കപ്പ് കിടിപ്പിച്ചിട്ട് ഇങ്ങനെ നിർത്തുന്ന പോലെ തോന്നൂല അളിയാ, ഞാൻ കഷ്ടപ്പെട്ട് ചെയ്താൽ പോരെ എന്ന് ചോദിച്ചു. അപ്പം ഒരേ ഫേസില് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചാലാണ് ആ ഒരു കിക്ക് കിട്ടുക എന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാനത് മനുവിനോട് പറഞ്ഞപ്പോ മനു അത് നിനക്ക് ഫുൾ ഓഫ് ചെയ്യാൻ നീ കോൺഫിഡൻസ് ആണെങ്കിൽ നീ അത് ചെയ്തോ, കണ്ണാടി ഒന്നും വേണ്ട, ആ ഒരു ചേഞ്ച് നീ നിന്റെ ഫേസിൽ തന്നെ കൊണ്ടുവന്നു. അപ്പൊ ഞാൻ അത് എനിക്ക് ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു, എനിക്കത് അത് പിടിക്കാം എന്നുള്ളൊരു ആഗ്രഹം ഭയങ്കരമായിട്ട് വന്നു. അങ്ങനെ നമ്മള് പിന്നെ ഞാൻ അതിൽ ട്രേറ്റ്സ് നഖം കടിക്കുന്നു അങ്ങനെ ഒതുങ്ങി അങ്ങനെ ഷറഫിന്റെ ഇതിന്റെ ടോണിലേക്ക് അല്ല ജിതിന്റെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ടോൺസിലേക്ക് ഇങ്ങനെ പേടിച്ച് നിൽക്കുന്ന പരിപാടിയിലേക്കൊക്കെ എത്തി. അത് ആ സമയം ഞാൻ അത് അഭിനയിച്ചു കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിത്ത് എന്നുള്ള ക്യാരക്ടർ ഷറഫിക്ക ചെയ്ത് തുടങ്ങിയിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായി ഓക്കെ ആ ചിരിയൊക്കെ ഇല്ലേ, ആ ഒരു ക്രൂക്കഡ് ആയിട്ടുള്ള ചിരി, ആ ചിരി ആ കാര്യങ്ങളൊക്കെ ആ ക്രൂക്കഡ് ആയിട്ടുള്ള ചിരി ഷറഫിക്ക് കിട്ടാണ്. പുള്ളി കൊണ്ടുവന്ന ട്രേറ്റ് ആണ് രഞ്ജിത്ത് എന്നുള്ള ക്യാരക്ടർ കുറച്ച് ഇങ്ങനെ ഒരു ക്രൂക്കഡ് ആയിട്ടുള്ള ഒരു ചിരി ചിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ എനിക്കത് ഓക്കെ ചിരി എടുക്കാം, ചിരി നമ്മുടെ രീതിയിൽ കൊണ്ടുവരണം, നടപ്പ് ആ ഒരു സ്റ്റിഫ്നെസ് കാര്യങ്ങളൊക്കെ അങ്ങനെ ഞാൻ പുള്ളിയുടെ സാധനങ്ങൾ കണ്ട് എന്റെ രീതിയിൽ ഇന്റർപ്രിറ്റ് ചെയ്യാന്നുള്ളത് എനിക്ക് പിന്നെ ചിന്തിക്കേണ്ടതായിട്ടുള്ളൂ. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ വർക്കായിട്ടുള്ളത് ഓഫ് സ്ക്രീൻ കെമിസ്ട്രി ആണ്. കാര്യം നമ്മൾ 3 ആക്ടേഴ്സും കോമ്പിനേഷൻസ് കുറവാ. ഇപ്പൊ ഷറഫിക്ക് ഞാൻ തമ്മിൽ കോമ്പിനേഷൻ വളരെ കുറവാണ്. അപ്പൊ എനിക്ക് അപ്പം ചോദിച്ചു ദൂരക്കാഴ്ച പോലെയാണല്ലോ, അതെ അവിടെ സംഭവിക്കുന്നു ഇവിടെ സംഭവിക്കുന്നു അങ്ങനെയാണല്ലോ. അപ്പൊ എനിക്ക് രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു പുള്ളി ചെയ്ത ക്യാരക്ടറിനോട് എനിക്ക് നേരിട്ടൊന്ന് സംസാരിച്ച് ഒരുപാട് എടുക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ പുള്ളി അഭിനയിച്ച് വെച്ച കാര്യങ്ങൾ രാവിലെ ഒന്ന് സ്പോട്ടിൽ കണ്ട് അതാണ് എനിക്ക് ഇതാണ്. പക്ഷെ സുരാജേട്ടനും എനിക്കും കുറച്ചും കൂടെ എളുപ്പമായിരുന്നു. കാര്യം ഞങ്ങൾ തമ്മിൽ കോമ്പിനേഷൻസ് ഉള്ള കാരണം സുരാജേട്ടൻ ചോദിക്കും എടാ ജിതിൻ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഞാൻ ജിതിനായിട്ട് പുള്ളിയുടെ ഡയലോഗ് കാണിച്ചു കൊടുക്കും, അഭിനയിച്ച് കാണിച്ചു കൊടുക്കും സുരാജേട്ടന്. അപ്പൊ സുരാജേട്ടൻ അത് അങ്ങനെ അപ്പൊ നമ്മൾ 3 പേരും തമ്മിൽ ഞാൻ റൂമിൽ പോകുമ്പോ ഷറഫിക്കോട് ചോദിക്കും, ഷറഫിക്ക ഞാൻ ഇങ്ങനെയൊക്കെയാണ് പിടിച്ചേക്കുന്നത്, ഓക്കേടാ അത് പിടിച്ചോ നല്ലതായിരിക്കും എന്നുള്ള രീതിയിൽ. അപ്പൊ നമ്മളെ 3 പേരും തമ്മിലുള്ള ഒരു ഓഫ് സ്ക്രീൻ കമ്മ്യൂണിക്കേഷൻ ശരിക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതായിരിക്കാം ഒരു പക്ഷെ നന്നായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ അവർ രണ്ടുപേരും സൂപ്പർ ആക്ടേഴ്സ് ആണ്, ലെജൻസ് ആണ്. അപ്പൊ അവർ രണ്ടുപേരും നമ്മളോട് സംസാരിക്കുന്നില്ല, അവരവരുടെ പരിപാടി ചെയ്ത് പോകുന്നുള്ളതാണെങ്കിൽ ഒരു പക്ഷെ പാടായിരിക്കും എനിക്ക്. അപ്പൊ നമ്മൾ ആ ഒരു ഇടപഴകലാണ്. അത് ഏതൊരു സിനിമയെ സംബന്ധിച്ചോളം പ്രധാനമല്ല. ഇപ്പൊ ഫാലിമി വരുമ്പം ഫാലിമി അവരൊരു വെൽക്കമിങ് ആവുന്നിടത്ത് സന്ദീപിന് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഇതിലേക്ക് വരുന്ന സമയത്തും ആ ഒരു ബോണ്ടിങ് ഭയങ്കര ഒരു മാറ്റർ ആവുന്നുണ്ട്. അറ്റ്മോസ്ഫിയർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഒരു സിനിമ എത്ര വലിയ ഡയറക്ടേഴ്സ് വന്നാലും നമുക്ക് അറ്റ്മോസ്ഫിയർ ശരിയല്ലെങ്കിൽ നമുക്ക് വരില്ല, നമുക്ക് ഭയങ്കര പാടായിരിക്കും. അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവരും ഫ്രണ്ട്ലി ആയിട്ട് ആ ഒരു സ്പേസ് വരുമ്പോൾ തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ എക്സ്ട്രാ ഇടാനും നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാനൊക്കെ നമുക്ക് ഒരു ഫ്രീഡം കിട്ടും. ആ ഫ്രീഡത്തിൽ പല കാര്യങ്ങളും നല്ല കാര്യങ്ങൾ പുതിയതുണ്ടാവും. അപ്പൊ എനിക്ക് തോന്നുന്നു അറ്റ്മോസ്ഫിയർ സിനിമയിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഈ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ പാർട്ടുള്ള സാധനമാണ് VFX. പക്ഷെ VFX ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്രൂഷ്യലാണ്. ഇപ്പോൾ ഉള്ള എല്ലാ സിനിമയുടെയും കാര്യത്തിൽ ഒരു AI കൂടെ വരുക. ആസ് എൻ ആക്ടർ എന്നുള്ള രീതിയിൽ ഇത് ഏതെങ്കിലും തരത്തിൽ മെക്കാനിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ഇതിന്റെ ഒരു സെറ്റിങ്സിൽ
ഏതെങ്കിലും തരത്തിൽ ഇത് ഈ പറഞ്ഞ ഇത് പഠിച്ചത് ഏതെങ്കിലും തരത്തിൽ ഗുണപ്പെടുന്നുണ്ടോ? ഇത് ഇന്റഗ്രേറ്റ് പോയിന്റ്സ് അറിയാം എനിക്ക്. ചില സിനിമാറ്റിക് സ്റ്റേസും കട്ടിംഗ് പോയിന്റ്സും ഇങ്ങനെയൊക്കെ ആയിരിക്കും. എന്തെങ്കിലും ഒന്ന് തെറ്റിച്ചാലും അത് നമുക്ക് അത് കുഴപ്പമില്ല, അത് പിടിക്കാവുന്നതേ ഉള്ളൂ എന്ന് എന്റെ മൈൻഡിൽ പോകും. പക്ഷെ ഞാൻ പറയത്തില്ല, എനിക്ക് പോയി പറയാൻ പറ്റില്ല. അത് കുഴപ്പമില്ല, അത് പിടിച്ചാൽ മതി പറയാൻ പറ്റില്ല. പക്ഷെ സെൽഫായിട്ട് നമുക്ക് ഓക്കെ ഇങ്ങനെ ഓക്കെ ആയിരിക്കും. ഏകദേശം എഡിറ്റ് പാറ്റേണിൽ വരുമ്പോൾ ഇത് പ്ലേസ് ആവാൻ പ്രോസസ്സ് മനസ്സിലാക്കുന്നുണ്ട് അല്ലെ, പോസ്റ്റ് പ്രൊഡക്ഷൻ അത് മനസ്സിലാക്കുന്നുണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പൊ ആ ഒരു മേക്കിംഗ് നമുക്കറിയാം. ഇത് കഴിഞ്ഞ് എന്തായിരിക്കും, ഇപ്പൊ ഞാൻ അഭിനയിച്ചു വെച്ചേക്കുന്ന കാര്യങ്ങൾ സ്ക്രീൻ പ്ലേ അറിയാവുന്നത് കൊണ്ട് പോസ്റ്റിൽ എങ്ങനെയായിരിക്കാം വരുന്നത് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് അഭിനയിക്കുമ്പോഴേ കിട്ടുന്നുണ്ട്. ഓക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും വരിക എന്നുള്ള പരിപാടികളൊക്കെ കിട്ടുന്നത് ഒരു പരിധിവരെ നമുക്കൊരു സെൽഫായിട്ടുള്ള സാധനങ്ങളേ ഉള്ളൂ. അല്ലാതെ നമ്മളത് ഡയറക്ടറോട് പറയുകയോ അങ്ങനെയൊന്നും ഇല്ല. സെൽഫായിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ അണ്ടർസ്റ്റുഡ് ആണ്, നന്നായി വരുന്നുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും. സന്ദീപ് എന്ന് പറയുന്ന ഒരു ഏജ് ഗ്രൂപ്പിന്റെ റെപ്രസെന്റേഷൻ കൂടിയാണ്. അപ്പം ഒരു നമ്മൾ പറയുമ്പോൾ ഒരു 18 വയസ്സ് മുതൽ ഒരു 30 വയസ്സിനിടയിലുള്ള ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്ന ആക്ടേഴ്സിന്റെ എണ്ണത്തെ കുറിച്ച് എപ്പോഴും സംസാരിക്കും. ഭയങ്കര കുറവാണ്, അവരെ കുറിച്ചുള്ള സ്റ്റോറി കേൾക്കും. ഏതെങ്കിലും ആക്ടറിനെ അങ്ങനെ നമുക്ക് റിവേഴ്സ് ഗിയറിൽ പോകാൻ പറ്റുന്നവരുടെ എണ്ണം കുറവായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ വരുന്ന ഒരു റോളിലേക്കാണ് ഇപ്പൊ പ്രധാനമായിട്ട് വരുന്നത്. അത് അവിടെ അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫോർമേഷൻ സാധ്യത, ഇത് ഇദ്ദേഹം ജോലി കിട്ടിയതിന് ശേഷം കോളേജിൽ പഠിക്കുന്നത്, അങ്ങനെ ഒരു 3-4 കാലഘട്ടത്തിലേക്ക് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ആക്ടറായിട്ട് ഇപ്പം നിവിനും ടൊവിയും ഇവരൊക്കെ വന്നപ്പോഴും അല്ലെങ്കിൽ ദുൽഖറിന്റെ ഒക്കെ ഇനീഷ്യൽ കാലം അത്തരം റോളുകളാണല്ലോ വരുന്നത്. ഇപ്പം നേരത്തെക്കാൾ കൂടുതൽ കഥകൾ കേൾക്കുന്നുണ്ടാവുമല്ലോ. ഇനി എടുക്കുന്ന സ്റ്റെപ്പ് ഭയങ്കര ക്രൂഷ്യലാണല്ലോ. ഒരു ലീഡ് ആക്ടർ എന്നുള്ള രീതിയിൽ പ്ലേസ് ചെയ്യപ്പെട്ടു. ഇനി എടുക്കുന്ന ഓരോ സ്റ്റെപ്പും ഈ പറയുന്ന ഈ ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിലേക്കുള്ള ഗ്രോത്തിനൊപ്പം തന്നെ സ്റ്റാർഡം എന്നുള്ള രീതിയിൽ കൂടിയാണല്ലോ ഇൻഡസ്ട്രി കാണുക. എന്താണ് ഇപ്പൊ എടുക്കുന്ന ഇപ്പം കഥകൾ കേൾക്കുമ്പോൾ ഇപ്പൊ സിനിമയെ സമീപിക്കുന്ന രീതിയിൽ എന്തെങ്കിലും മാറ്റമൊക്കെ വന്നോ? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, അത് ഗ്രാഫ് ചെറിയ രീതിയിലാണെങ്കിലും മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള രീതിയിലുള്ള സിനിമകളുടെ ഭാഗമൊക്കെ നമ്മൾ ഇടുന്ന എഫേർട്ട് എല്ലാവരും കാണണം. അതിന് ഒരുപാട് ഘടകമുണ്ട്. ഇപ്പൊ ഞാൻ അഭിനയിച്ചിട്ട് പോകുന്നു എന്നുള്ളതിനേക്കാളും എൻ്റെ ഒരു പ്രൊഡക്ഷൻ സൈഡ് ആണെങ്കിലും എൻ്റെ ഡിസ്ട്രിബ്യൂഷൻ സൈഡ് ആണെങ്കിലും പോസ്റ്റ് പ്രൊഡക്ഷൻ ആണെങ്കിലും എല്ലാ രീതിയിലും അവരുടെയും ഹാർട്ട് ആൻഡ് സോൾ ഇട്ട് വർക്ക് ചെയ്യുന്ന ടീമാണോ, നമ്മൾ മാത്രം ഭാഗമാകുന്നതിനെ കുറിച്ച് ചിന്തിക്കാതെ മൊത്തത്തിൽ ആ സിനിമ മൊത്തത്തിൽ എങ്ങനെ വരും, എങ്ങനെയായിരിക്കും അവരുടെ ഒരു എഫേർട്ട് ഉണ്ടാവുക. അപ്പൊ അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ആണ് ഒരു സിനിമയുടെ വിജയം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലും ഒരു നല്ല സിനിമയായിരിക്കും ചെയ്യുന്നത്. അല്ലെങ്കിൽ ആൾക്കാർക്ക് കൊമേഴ്ഷ്യൽ സക്സസിനേക്കാളും ആൾക്കാരുടെ മനസ്സിൽ എവിടെയെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന സിനിമയായിരിക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കണം എന്നുള്ളത് ആണ് കൂടുതലും ചിന്തിക്കുന്നത്. ഇപ്പൊ കൊമേഴ്ഷ്യൽ സക്സസ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും എന്താ പറയാ ഫോർമുല വെച്ച് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന പാട്ട് ഡാൻസ് ഫോർമുലയാണ്. അപ്പോ ഫോർമുല പടങ്ങൾ മാത്രം നമ്മൾ ചെയ്യേണ്ട, നമുക്ക് ചില സിനിമകൾ നല്ല സിനിമകളുടെ ഭാഗമാകാം, നല്ല നല്ല ക്യാരക്ടറുകൾ, നല്ല ആർട്ടിസ്റ്റ്, നല്ല ക്രാഫ്റ്റ് ഉള്ള സിനിമകളുടെ ഭാഗമാകാനും നമുക്ക് പറ്റണം. അപ്പം 2 രീതിയിലുള്ള ബാലൻസ് കൊണ്ടുപോകുന്ന രീതിയിലുള്ള സിനിമകൾ ചൂസ് ചെയ്യുക. നല്ല നല്ല സിനിമ, ഈ റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ, ഇപ്പം വളരെ നേരത്തെ കിട്ടിയ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് സിനിമയില് ഈ ഒരു നായക സ്ഥാനം, അല്ലെങ്കിൽ ഇത്രയും പടക്കളത്തിന് കിട്ടിയ റിസപ്ഷൻ ആണെങ്കിൽ. അപ്പൊ അതൊരിക്കലും ഡിസപ്പോയിന്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ അതൊരിക്കലും ഒരു ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആക്കിയിട്ട് ഇനി ഞാൻ എന്ത് ചെയ്താലും വിജയിക്കും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി കരുതലും സൂക്ഷ്മതയും വേണം. അവരെയും ഡിസപ്പോയിന്റ് ചെയ്യിക്കാൻ പാടില്ല, നമ്മളും ഡിസപ്പോയിന്റഡ് ആവാൻ പാടില്ല. കാര്യം ഒരു ഓഡിയൻസ് നമ്മൾ ഇത്രയും റിസീവ് ചെയ്ത് നിൽക്കുമ്പോൾ നമ്മളും അത്രയും കറക്റ്റ് ആയിട്ട് ക്രാഫ്റ്റ് ചെയ്ത് പോകണം. അല്ല, അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഓരോ പടങ്ങളും കൊടുക്കുക ചെയ്യാൻ പറ്റണം. നമുക്ക് എപ്പോഴും നമ്മുടെ ജഡ്ജ്മെന്റ് എപ്പോഴും ശരിയായിരിക്കും, നമ്മൾ അതിനുവേണ്ടി എഫേർട്ട് ഇടുക എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ആ ഒരു എഫേർട്ട് എന്തായാലും ഇനി അങ്ങോട്ടുള്ള സമയത്ത് ഉണ്ടാവണം എന്നുള്ളതാണ് തന്നെയാണ് ആഗ്രഹം. ഈ 2024 നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ സിനിമയിൽ തന്നെ അല്ലെങ്കിൽ കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട മലയാളത്തിൽ ഒരു എണ്ണം പറഞ്ഞ സിനിമകളിൽ ഒന്നായിരുന്നു കിഷ്കിന്ധാകാന്ഡം. കിഷ്കിന്ധാകാന്ഡത്തിന്റെ തൊട്ട് പിന്നാലെ ഈ ടീം ബാഹുലാണെങ്കിലും ദിൻജിത്താണെങ്കിലും ഏത് പടം അനൗൺസ് ചെയ്യുന്നു, അവരുടെ അടുത്ത പടം ഏതാണെന്ന് കേൾക്കുമ്പോഴാണ് ടൈറ്റിൽ ഇല്ലാതെ അവരുടെ പടം അനൗൺസ് ചെയ്യുന്നു. അതിൽ ലീഡ് റോളിലാണ് ചെയ്യുന്നത്. പടം ഇപ്പൊ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞ അത് ഇതിനിടയിൽ എപ്പോഴാണ് അത് സംഭവിച്ചത്? ഞാൻ പറഞ്ഞ അതിലേക്കുള്ള കോള്, അതും ഭയങ്കര രസമാട്ടോ. എനിക്ക് അത് ഇവര് ജിംഖാനയും പടക്കളവും ഒക്കെ റിലീസ് ആവുന്നതിന് മുന്നേ കമ്മിറ്റ് ചെയ്ത സിനിമയാണത്. അത്
ഫാലിമി മാത്രമേ ആക്ച്വലി ഈ 3 സിനിമയും ഞാൻ ഫാലിമി കഴിഞ്ഞ് മാത്രം കമ്മിറ്റ് ചെയ്ത സിനിമകളാണ്. ജിംഖാന ചെയ്തോണ്ട് പടക്കളമൊക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞു, ഷൂട്ട് കഴിഞ്ഞു, പക്ഷെ ഇതൊന്നും റിലീസ് ആയിട്ടില്ല. അപ്പൊ ഇവർക്കും അറിയത്തില്ല എന്തായിരിക്കും സക്സസ് കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ആ സമയത്ത് അവര് തന്ന ഒരു ട്രസ്റ്റ് ഉണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു ഇതെങ്ങനെ, ഇത് എപ്പോഴാണ്, എന്നെ എന്തിനാണ് ഇപ്പൊ ഇതിനകത്ത് വിളിച്ചത്? അപ്പൊ അവര് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഷോർട്ട് ഫിലിംസ് കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ആ 1 മില്യണിൽ എന്നെ ആൾക്കാർ തിരിച്ചറിഞ്ഞില്ലെന്നേ ഉള്ളൂ, പക്ഷെ ഇവരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് എത്തിപ്പെടുന്ന ദൂരെ നമ്മള് ഇത് സംഭവിക്കുമ്പോ ഇതെല്ലാം അനുകൂലാവുന്നു. അതെ. അപ്പൊ അവരത് സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു അന്താക്ഷരി ബാഹുലേട്ടനെ എടുത്തോണ്ട് അന്താക്ഷരി കണ്ട എന്നെ ഒരാളും വിളിച്ചിട്ടില്ല മനീഷേട്ടാ. അപ്പൊ ആ സമയത്ത് റിലീസ് ആയി ഞാൻ ഭയങ്കര സങ്കടത്തിലൊക്കെ ആയിരുന്നു. ഞാൻ ഇന്നെന്താ ആരും വിളിക്കാത്ത എന്നുള്ളൊരു. അപ്പൊ ബാഹുലേട്ടൻ്റെ അടുത്ത് റീസെന്റ് ഷൂട്ട് പാക്കപ്പ് ആയപ്പോ പറഞ്ഞേടാ നിന്റെ അന്താക്ഷരി കണ്ടപ്പോ നമ്മളെ ഈ സ്ക്രിപ്റ്റ് എന്റെ ഉണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ചിരുന്നു അന്താക്ഷരിയിലെ പയ്യനെ വെച്ച് ഇത് ചെയ്താൽ വർക്കാവൂലേ എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം എവറിത്തിങ് ഹാപ്പനിങ് ഫോർ എ റീസൺ എന്നൊക്കെ പറയുന്ന പോലെ ഒരു സാധനമാണ്. നമ്മൾ ഏതൊരു ചെറിയ സ്റ്റെപ്പ് ഇട്ടാലും അത് എന്തെങ്കിലും അത് കറങ്ങിത്തിരിഞ്ഞ് നമുക്ക് നല്ലതായിട്ട് വരും എന്നുള്ളൊരു ആ ഒരു കോട്ടില്ലേ, ആ കോട്ടിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഞാൻ. അപ്പൊ അത് നമ്മൾ ചെയ്ത 10ലേറെ ഷോർട്ട് ഫിലിംസ് പോലും ഇപ്പോഴും ആളുകളിലേക്ക് നമ്മൾക്കുള്ള ഒരു ട്രസ്റ്റ്, ആസ് എൻ ആക്ടറിന് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ. അത് അന്നാര് കണ്ടു എന്നുള്ളതല്ല, അന്ന് കണ്ടവര് ചിലപ്പോ ഇന്ന് ഡിസിഷൻ എടുക്കാൻ അവർക്ക് കുറച്ചുകൂടി എളുപ്പമാവുന്നു എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ. അതെ. അപ്പൊ അതാണ് എന്റെ ഏറ്റവും വലിയ കോൺഫിഡൻസ്. നമ്മുടെ റിസൾട്ട് ഓറിയന്റഡ് ആയിരുന്നില്ല അവര്. ആലപ്പുഴ ജിംഖാന അല്ലെങ്കിൽ പടക്കളം കഴിഞ്ഞപ്പോ എനിക്ക് ഇത്രയും റിസപ്ഷൻ കിട്ടിയപ്പോ ഇനി വെച്ച് പടം ചെയ്യാം എന്നുള്ളൊരു ടീമിനിട്ട് വന്നതിനേക്കാളും അതിനു മുന്നേ ഒരു വിശ്വാസം തന്ന് സിനിമയിലേക്ക് ഇന്നാക്കിയതുകൊണ്ട് ഞാൻ ആസ് ആൻ ആക്ടർ ഭയങ്കര പ്രൗഡും അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് തരുന്ന ഒരു എന്താ പറയുക ഒരു മൈൽ സ്റ്റോൺ ആയിട്ടാണ് ഞാൻ അവരുടെ ഒരു സിനിമയുടെ ഭാഗമായിട്ട് കാണുന്നത്. ഇങ്ങനെ ഓരോ ഡയറക്ടേഴ്സും ഓരോ അപ്രോച്ച് ആണല്ലോ. അവരുടെ ബോഡി ഓഫ് വർക്ക് വേറെയാണ്, അവരുടെ കമ്മ്യൂണിക്കേഷൻ വേറെയാണ്, അത് ആക്ടറിന് ക്യാരക്ടറിനെ ബ്രീഫ് ചെയ്ത് കൊടുക്കുന്ന രീതി വേറെയാണ്, അവർ സിനിമ ഉണ്ടാക്കുന്ന രീതി വ്യത്യാസമാണ്. ഇങ്ങനെ ഈ ഓരോ സിനിമയും ഉണ്ടാക്കിയ ഒരു ലേണിംഗ് അങ്ങനെ നമ്മൾ എടുത്തെടുത്ത് പറയുകയാണെങ്കിൽ ഓരോ സിനിമയുടെ ഒരു ടേക്ക് അവേ എന്താ? ഇപ്പം നിതീഷ് മുതൽ ഇപ്പൊ രഞ്ജിത്ത് വരെ പറയുകയാണെങ്കിൽ എല്ലാവരും ഇപ്പൊ നിതീഷേട്ടൻ എനിക്ക് നല്ലപോലെ അറിയാം. നിതീഷേട്ടൻ അങ്ങനെ എൻ്റെ ഒരു ചേട്ടൻ സിനിമ ഡയറക്ട് ചെയ്യുന്നു, ഞാൻ അഭിനയിക്കുന്നു, അത്രേ ഉള്ളൂ. റഹ്മാനിക്ക അടുത്തുനിന്ന് വരുമ്പോ റഹ്മാനിക്ക നമ്മൾ പുറത്തുനിന്ന് നമുക്കൊരു ഇമേജ് ഉണ്ടാവുമല്ലോ, റഹ്മാനിക്ക എങ്ങനെയൊക്കെയാണ് ഇത്രയും ഹിറ്റ് തന്ന ഡയറക്ടറാണ്. അപ്പൊ അതെല്ലാം പൊളിച്ചടുക്കി നമ്മുടെ കൂടെ എന്താ പറയാ ഇത്രയും കമ്പനി അടിച്ച് നടക്കുക, ഒരു ഫ്രണ്ടിനെ പോലെ നടക്കുക. നമുക്ക് എന്തും പറയാം റഹ്മാനിക്കയോട്, നമുക്ക് ഇന്ന് ചെയ്യാം, എന്ത് വേണ അങ്ങ് പെർഫോം ചെയ്യാം, പുള്ളി ഒന്നും പറയത്തില്ല. അപ്പൊ അത്രയും കമ്മ്യൂണിക്കേഷൻ എളുപ്പമാക്കി തന്ന, അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്, അതായത് എത്ര വലിയ ആൾക്കാര് പുതിയ ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്ന രീതികൾ, അല്ലെങ്കിൽ നമുക്ക് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി തരുന്ന രീതികൾ, ഹൈറാർക്കികളില്ല. അത് ഭയങ്കര ഭാഗ്യമാണ്. ഞാൻ ഇതുവരെ അഭിനയിച്ച എല്ലാ സിനിമയിലും അതില്ല. എല്ലാവരും റെസ്പെക്ട് ചെയ്തിട്ടുള്ള ആണ്. നീ ഒരു ആക്ടറാണ്, പുതിയ ആക്ടറാണോ പഴയതാണെന്നുള്ളതിനേക്കാളും അയാൾക്ക് അയാളുടെ ഒരു സ്പേസ് ഉണ്ട്. ആ ഒരു റെസ്പെക്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ടീമിന്റെ കൂടെയാണ് ഞാൻ ഇതുവരെ എല്ലാം വർക്ക് ചെയ്തത്. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഇത്രയും പേരിൽ നിന്നൊരു കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്. പിന്നെ മനീഷേട്ടൻ വലിയ അച്ചീവ്മെന്റ് കൂടിയാണ്, നമുക്ക് കിട്ടുന്ന വലിയ ബ്ലെസ്സിംഗ് കൂടിയാണല്ലോ അത്. ഇത്രയും പ്രശ്നമില്ലാതെ നമ്മളുടെ കോൺഫിഡൻസിനെ കൂടിയാണല്ലോ അത് ബൂസ്റ്റ് ചെയ്യുന്നത് അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഈ ഒരു ഭാഗം മാറ്റി വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും നറേറ്റീവ് സ്റ്റൈൽ ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മള് പല ആൾക്കാരോട് അഡാപ്റ്റ് ചെയ്യുന്ന രീതി നമ്മൾ പഠിക്കും. എങ്ങനെയാണ് ഓക്കെ ഈ ഒരു ടീമിൽ ഇങ്ങനെ ഇവിടെ ഇതാണ് മീറ്റർ, ഈ മീറ്ററിൽ ഇങ്ങനെ നിൽക്കാം, ആ മീറ്ററിൽ അവിടെ നിൽക്കാം. അപ്പൊ നമ്മള് ആസ് എ പേഴ്സൺ നമ്മൾക്ക് വളർച്ച ഉണ്ടാവും, കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല് കൂടും, നമുക്ക് ആൾക്കാരോട് മിങ്കിൾ ചെയ്യുന്ന രീതി മാറും. പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യുമ്പോഴും നമുക്ക് ആ ഒരു പേടി, അതിലൊരു സ്ട്രേഞ്ചർ ഫീൽ ഉണ്ടാവത്തില്ല. നമുക്ക് എവിടെയും ചെന്ന് പുതിയ ആർട്ടിസ്റ്റുകൾ അവരുടെ ഇപ്പൊ ബിനുചേട്ടൻ്റെ കൂടെ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പൊ ബിനുചേട്ടനൊന്നും ഒരുപാട് ഞാൻ തുടരുവിന്റെ സക്സസിന്റെ സമയത്ത് ഞങ്ങൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പുള്ളി സക്സസ് എങ്ങനെയാണ് എടുക്കണമെന്ന് ഞാൻ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ അപ്പൊ ഓരോന്നും ഇപ്പൊ ഞങ്ങൾക്ക് ബിനുചേട്ടാ എങ്ങോട്ടാണ് ഇത് പോണത് തുടരും. അപ്പൊ അങ്ങനെ നമുക്ക് ഒരു ആക്ടറിന്റെ ഹാപ്പിനെസിന്റെ ഭാഗമാകാൻ നമുക്ക് പറ്റുന്നു. ഭയങ്കര രസമാണ്. ഒരു ഫ്രറ്റേണിറ്റി എന്നുള്ള രീതിയിൽ ഹാപ്പിനെസ് ഉണ്ടാവും. അവരെല്ലാം നേരത്തെ പറഞ്ഞ പോലെ ഷോർട്ട് ഫിലിം സർക്കിൾ എല്ലാം ഒന്നായി നിൽക്കുന്നത് പോലെ ഫിലിം ഫ്രറ്റേണിറ്റിയുടെ ഒരു ഭയങ്കര സൗഹൃദത്തിന്റെ പാർട്ടാവുന്നു. അത് ഭയങ്കര രസമാണ്. ആ ഒരു ഫാമിലി ബോണ്ട് ഭയങ്കരമായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. നല്ല ബന്ധങ്ങൾ വരും. അതാണ് മെയിൻലി ഇതിന്റെ ഉള്ളൊരു കാര്യം.
ഇതിൽ തന്നെ ഇപ്പം ആലപ്പുഴ ജിംഖാനയുമായി ബന്ധപ്പെട്ട് ഓൾറെഡി സന്ദീപ് പല സ്ഥലത്തും പറഞ്ഞതാണ്. എന്നാൽ പോലും ആലപ്പുഴ ജിംഖാനയ്ക്ക് ശേഷം ഒരു സോഷ്യൽ മീഡിയ ഡിസ്കഷനിൽ ഇപ്പം ഞാൻ പറയുന്നത് ഒരു ഇഷ്ടം പ്രകടിപ്പിക്കുക എന്നുള്ളതിൻ്റെ കാഴ്ച ഒരു ഹെയ്റ്റ്, അതായത് അവിടെ നസ്ലൻ സന്ദീപ് ഒരു കമ്പാരിസൺ വരുന്നു. നിങ്ങൾക്കിടയിൽ ഒരു ബോണ്ടിങ് ഉണ്ട്, സൗഹൃദം ഉണ്ട്. പക്ഷെ അതൊരു വേറെ തരത്തിലൊരു അനാവശ്യമായിട്ടുള്ള ഭയങ്കര ഹെയ്റ്റഡ് സ്വഭാവത്തിലേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടാവല്ലോ. ഞാൻ ഇത് പാർട്ട് ഓഫ് ദ ഗെയിമാണ്. ഇൻഡസ്ട്രിയിൽ നാളെയും ഇത്തരം ഇപ്പം ഞാൻ പറഞ്ഞത് ഇപ്പം വളരെ പ്രധാനപ്പെട്ട ലീഡിങ് ആക്ടേഴ്സ് ഒക്കെ രണ്ടുപേര് വലിയ സൗഹൃദമാണെങ്കിലും ചിലപ്പോൾ അതിൻ്റെ സോഷ്യൽ മീഡിയ അതിനെ കാണിക്കുന്ന രീതിയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ വേറെ ആയിരിക്കും. അത് ഏതെങ്കിലും തരത്തിൽ അഫക്ട് ചെയ്തിരുന്നോ? എങ്ങനെയാണ് അതിനെ പേഴ്സണലി കണ്ടത്? ഞാൻ കുറച്ച് എക്സ്പോസ്ഡ് ആയിരുന്നു. ഞാൻ ഇതൊക്കെ കണ്ടു കുറച്ച് കാര്യങ്ങൾ. നമ്മൾ ഒരുപാട് കാണാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ മാനസികമായി എഫക്ട് ചെയ്യുന്ന ഞാൻ ഒരുപാട് നോക്കിയിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള മനീഷേട്ടാ, ഞങ്ങൾ തമ്മിൽ ഇപ്പോഴും ഭയങ്കര ഞങ്ങളുടെ ഇടയിൽ ഇത് സംസാരിക്കാറുണ്ട്, ട്രോൾ ഇടാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ഇപ്പൊ നമ്മുടെ ബോക്സിംഗ് ഗ്രൂപ്പ് ഉണ്ട്, ബോക്സിംഗ് ഗ്രൂപ്പിൽ ഈ ട്രോളൊക്കെ ആരെങ്കിലും ഒക്കെ എടുത്തിടും. അപ്പൊ മലയാള സിനിമയിൽ പുതിയ നായകൻ കൂടി ഇതൊക്കെ പറയുമ്പോൾ നസ്ലിം മറ്റേ തേങ്ങ ഉടയ്ക്കുന്ന അപ്പൊ ഞങ്ങളുടെ രീതി അങ്ങനെയാണ്. നിങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യം നമ്മളെ ബാധിക്കുന്നില്ല. പക്ഷെ ആഫ്റ്റർ ഓൾ നമ്മൾ എന്ത് തന്നെയാണെങ്കിലും ഇപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത് നസ്ലൻ ഒരുപാട് പോപ്പുലർ സ്റ്റാർ ആണ്. അവൻ വർഷങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്നത്. ഞാനിപ്പോ വന്നുള്ളൂ. അപ്പോ അങ്ങനെ അവൻ അത്രയും പോപ്പുലർ ആയിട്ട് നിൽക്കുമ്പോൾ പുതിയൊരാൾ വരുമ്പോൾ നാച്ചുറലി ഒരു എന്താ പറയാ ഒരു കമ്പാരിസൺ ഏതൊരു മേഖലയിലും വരും. ഒരു പ്രൊഡക്റ്റ് ഉണ്ടായാൽ തന്നെ വേറൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ആകുമ്പോൾ മാർക്കറ്റിൽ ഈസി ആയിട്ടുള്ള കമ്പാരിസൺസ് ഇതായിരുന്നു അതാണ്. അത് ആ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ വരുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് എടുക്കേണ്ടതുള്ളൂ. അത് നമ്മള് മോശമായിട്ട് ഇപ്പം എന്താ പറയാ ഒരു സിനിമ ഇറങ്ങുമ്പോൾ ആ സിനിമേനെ വളരെ മോശമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, വളരെ നന്നായിട്ട് ക്രിട്ടിക്കലായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, പോസിറ്റീവായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ഈ മൂന്ന് വേർതിരിവ് എല്ലാ മേഖലയിലും എല്ലാ രീതിയിലും വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു കമ്പാരിസൺ വരുമ്പോൾ വളരെ മോശമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ടാവും, ക്രിട്ടിക്കലി ഹെൽത്തി ആയിട്ട് സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ ഞാനും നസ്ലിനും തമ്മിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അവന്റെ രീതിയിലുള്ള സ്റ്റോറീസ് പറയാം, എനിക്ക് എന്റെ രീതിയിലുള്ള ഒരു സ്റ്റോറി. അപ്പൊ നമുക്ക് കൂടുതൽ കഥകൾ പറയാൻ പുതിയ ആൾക്കാർ വരില്ലേ. അത് ആക്ച്വലി നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം നേരത്തെ ഇപ്പൊ മനീഷേട്ടൻ പറഞ്ഞ പോലെ ഒരു നായക സ്ഥാനം എന്ന് പറയുന്നത് നേരത്തെ 28 വയസ്സിന് മേളിലേക്കായിരുന്നു. ഒരു പൗരുഷമുള്ള ക്യാരക്ടർ. ഇന്ന് ചെറിയ ക്യാരക്ടറുകൾ അല്ലെങ്കിൽ യങ് എന്ന് പറയുമ്പോൾ പിള്ളേരുടെ പടം എന്നുള്ള ടാഗ് ആയിരുന്നു. ഇന്നത് ടീനേജ് ഡ്രാമാസ് ആയി, ടീനേജ് കാറ്റഗറി, ടീനേജ് ഹീറോസ് വന്നു തുടങ്ങി. അപ്പൊ അതില് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആളാണ് നസ്ലിൻ. അപ്പൊ അത് കഴിഞ്ഞാണ് നമ്മൾ എല്ലാവരും വന്നു തുടങ്ങിയത്. അപ്പോ എന്തുകൊണ്ടും അങ്ങനെ പുതിയ ആക്ടേഴ്സ് വരുമ്പോ നമുക്ക് പുതിയ പുതിയ കഥകൾ ഈ ടീനേജ് ഡ്രാമ കാറ്റഗറിയിൽ പറയാൻ സാധിക്കും. പല രീതിയിലുള്ള കഥകൾ, പല ജോണറിലുള്ള കഥകൾ നമുക്ക് പറയാൻ പറ്റും. ഇല്ലെങ്കിൽ നസ്ലിനെ കൊണ്ട് മാത്രം എല്ലാ സിനിമകളും അഭിനയിക്കാൻ പറ്റില്ല, എന്നെ കൊണ്ട് പറ്റില്ല. അപ്പൊ ഒരുപാട് നടന്മാർ ഇനിയും വരട്ടെ എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ നാച്ചുറലി അങ്ങനെ വരുമ്പോ ഈ ഒരു ഇത് ഇനിഷ്യൽ ഇതുള്ളൂ. ഇത് കഴിയുമ്പോൾ എല്ലാവരോടും സ്നേഹമായിരിക്കുള്ളൂ. എന്റെ അടുത്താണെങ്കിലും മുസ്ലിന്റെ അടുത്താണെങ്കിലും എല്ലാവരുടെ അടുത്തും സ്നേഹം അത് വരും. അതിപ്പോഴും ഒരുപാട് പേര് തരുന്നുണ്ട്. നല്ല എന്താ പറയാ റിസപ്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ 3 കാറ്റഗറിയിൽ നല്ല രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരും ഉണ്ട്. അതാണ് കൂടുതൽ. ഡെഫിനറ്റ്ലി അതാണ് കൂടുതൽ. അപ്പൊ ആഫ്റ്റർ ഓൾ എനിക്കും നസ്ലിനും ആ ഒരു ഫ്രണ്ട്ഷിപ്പോ കാര്യങ്ങളൊന്നും ഇതുവരെ ഒരു രീതിയിലുള്ള കോട്ടം തട്ടിയിട്ടില്ല. അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിനിമയിൽ ഉണ്ടാക്കുന്ന ബോണ്ടുകളുടെ ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതുവരെയുള്ള എല്ലാ സിനിമകളിലും നമുക്കൊരിക്കലും ഒരു ആർട്ടിസ്റ്റ് ഇത് ഞാൻ ഡയറക്ടർ എന്നുള്ളതിനേക്കാളും നമ്മളെല്ലാവരും ഒരു ഫാമിലിയാണ്, നമ്മൾ ഒരുമിച്ച് വന്നവരാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളവരാണ്. ആ ഒരു സ്നേഹം ഇതിന്റെയൊക്കെ മുകളിലാണ്, അതെല്ലാം മറികടക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ ഈ പൊതുവെ ഇപ്പം പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും ഇവര് ടെക്നീഷ്യൻസ് ഒക്കെ പറയുമ്പം ഈ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ ടീനേജ് ഡ്രാമ സ്വഭാവത്തിലുള്ള സിനിമക്കാരെന്ന് പറഞ്ഞാൽ ഒരു അസാധ്യ ബോണ്ടിങ് ആണ്. അവർക്കിപ്പോ ഒറ്റ വണ്ടി മതി, ഒരു കാറ് മതി, അവർ പ്രൊമോഷന് പോകാൻ പോലെ ഏതെങ്കിലും അതായത് അങ്ങനെ അതായത് ആ ഒരു മുറി മതി എന്നുള്ള രീതിയിൽ അതിലൊരു ഒരു 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 കോളേജ് അല്ലെങ്കിൽ കോളേജ് ഹോസ്റ്റൽ ഫ്രണ്ട്ഷിപ്പ് പോലെ അങ്ങനെ ഒരു ടീം വർക്കായിട്ട് എപ്പോഴും പറയാറുണ്ട്. ഇപ്പോഴും ഈ പറഞ്ഞ ഒരു ഏറ്റവും യങ്ങറായിട്ടുള്ള ഫിലിം മേക്കേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അതൊരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇതിൽ ആരാണ് അഭിനയിക്കുന്നത്, ആരാണ് ടെക്നീഷ്യൻ, ആരാ ഇന്ന് ചെയ്യുന്നത്, ആരാ റൈറ്റർ എന്നുള്ളൊരു വേർതിരിഞ്ഞ് കാണാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞ ഒരു ഹൈറാർക്കിയോ ഈഗോയുടെ പ്രശ്നം അവിടെ വരുന്നില്ല എന്നുള്ളത് ശരിക്കും അത് ഏറ്റവും ഗുണപ്പെട്ട, ഇപ്പം നസ്ലനെ പോലെ തന്നെ ഏറ്റവും ആ കാര്യം കൂടി ഏറ്റവും കൂടുതൽ ഗുണപ്പെട്ട ഒരാളായിരിക്കാം സന്ദീപ് എന്നുള്ളത്. അതിനെങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ തുടർച്ചയിലും ഡയറക്ഷൻ താല്പര്യപ്പെട്ട് വരാനിരിക്കുന്ന ഷോർട്ട് ഫിലിം തീർത്ത് വെച്ച ആളുകളുണ്ടാവും, അഭിനയത്തിലേക്ക് വരാനുണ്ടായിരിക്കും. ഇതുവരെയുള്ള ജേർണി വെച്ചിട്ട് എങ്ങനെയാണ് കാണുന്നത് ഈ ഒരു യൂത്ത് എന്നുള്ളത്, മലയാള സിനിമയിൽ ഇപ്പോഴുള്ള ഒരു യൂത്തിനെ?
ഈ ഒരു വേർതിരിവില്ലാത്തതാണ് ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇപ്പം എന്താ പറയാ, അവർക്ക് ഇപ്പൊ വരുന്ന ആൾക്കാർ കൂടുതലും ഇപ്പൊ ഈ അവർക്കറിയാം എന്താണ് ഇപ്പം ഷോർട്ട് ഫിലിം ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ കുറഞ്ഞു. നമുക്ക് ഡിജിറ്റലിയും ടെക്നിക്കലിയും ഒക്കെ സപ്പോർട്ടുകൾ കൂടിയുണ്ട്. എല്ലാവരും കുറച്ചും കൂടെ ഹ്യൂമൻലി പരിപാടിയിലേക്ക് മാറി തുടങ്ങി. ഇപ്പം നമുക്ക് നേരത്തെ ഒരു ക്യാമറ കിട്ടാനൊക്കെ പാടാം, അപ്പൊ നമ്മൾ അത് വേറെ കഷ്ടപ്പാട് അങ്ങനെയൊക്കെ പോയി. ഇപ്പം എല്ലാം അവൈലബിൾ ആണ്. ഇനി നമ്മൾ തമ്മിലുള്ള ബോണ്ട് നന്നാക്കി വൃത്തിയായിട്ട് ഷൂട്ട് ചെയ്താൽ തന്നെ നല്ല പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാറ്റഗറിയിലേക്കാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു മാറിക്കൊണ്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പൊ വരുന്ന ആൾക്കാർക്ക് എങ്ങനെ സംസാരിക്കണം, കമ്പനി അടിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാം. ഹാങ് ഔട്ട്സ് ഇപ്പൊ എല്ലാവരും എനർജി ഓൾമോസ്റ്റ് സിമിലർ ആയി തുടങ്ങി. ഇപ്പം റഹ്മാനിക്കാണെങ്കിലും അതാ പറഞ്ഞ ആ ഒരു ഗ്യാപ്പ് ഇല്ല. ഞങ്ങളുടെ എനർജിയും അദ്ദേഹത്തിന്റെ എനർജിയും ഏകദേശം ഒരു മാച്ചിൽ പൊക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ ജനറേഷൻ ഗ്യാപ്പ് ഇല്ല ഇപ്പൊ. അപ്പോ ആ ജനറേഷൻ ഗ്യാപ്പ് ഇല്ലാത്ത ഒരു കൂട്ടം ഒരുപാട് ആൾക്കാരാണ് സിനിമയിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അത് ആ ഒരു സാധനം ഇല്ല. നമുക്ക് ഹാപ്പി ആയിട്ട് ഇപ്പൊ ജിംഖാനയിൽ നമ്മളെല്ലാം ഒരു ക്യാരമല്ല. പരീക്ഷണം വന്നപ്പോ കണ്ടു കാണും നമ്മള് അവിടെ ഒരു ജാഥക്കുള്ള ആൾക്കാരുണ്ട് ക്യാരമിന്റെ ഉള്ളില്. അപ്പം അതൊന്നും ആർക്കും ഒരു പരാതിയില്ല. അതൊന്നും ബോധടല്ല നമ്മളാരും അതിന് ബോധടല്ല. കിട്ടിയ സ്പേസിൽ എവിടെയെങ്കിലും കിടക്കാന്നുള്ളതിനേക്കാളും പിന്നെ ആ ഒരു സിനിമയുടെ ഒരു ടോട്ടാലിറ്റിയുടെ ഹാപ്പിനെസ് അതാണ്. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ ഇടിയുണ്ട്, നമ്മൾ ഏതെങ്കിലും ഒരു റൂമില് ഒരു ക്യാരവനിൽ ഇങ്ങനെ അങ്ങ് ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് ഹാപ്പിനെസ് ഉള്ള വട്ടായി പോവാം. ഇവിടെ ചുറ്റും ആൾക്കാര് ബഹളം വെക്കുന്നു, ചിരിക്കുന്നു, കളിക്കുന്നു. അപ്പൊ ആ സമയത്ത് നമ്മൾ ഇതെല്ലാം മറക്കുക. നമ്മൾക്ക് ഇടിയിട്ട വേദന വരെ നമ്മൾ മറന്നു പോകും. അപ്പൊ അത് എന്തുകൊണ്ട് നല്ലതാണ്. അത് ഇനിയും അങ്ങോട്ട് അത് നന്നായി പോകണം എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ എപ്പോഴും ഉണ്ടല്ലോ, നമ്മളൊരു ഇനീഷ്യൽ സ്റ്റേജിന് ശേഷം നമുക്ക് സ്റ്റാർഡം വരുന്നു, ആക്ടർ കാരണം വെച്ചാല് ഇപ്പൊ നമ്മൾ തന്നെ ആക്ടറിന്റെ ഒരു അപ്ഡേഷൻ കാണുന്നത് അയാൾ വാങ്ങിക്കുന്ന പുതിയ ലക്ഷറി കാറ്, അയാളുടെ ഗാഡ്ജറ്റ് അപ്ഡേറ്റുകൾ. നമ്മൾ എപ്പോഴും സ്റ്റാർഡം ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ കമ്മിറ്റ് ചെയ്യുന്ന പുതിയ സിനിമകൾ, ഒരു ഏതെങ്കിലും ഒരു ക്രോസ് ഓവർ സിനിമകളുടെ ഒക്കെ ഉണ്ടല്ലോ. എങ്ങനെയാണ് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഇപ്പം ഞാൻ സന്ദീപിനോട് മനസ്സിലായത്, സന്ദീപിന്റെ സംസാരത്തിൽ എനിക്ക് മനസ്സിലായത് സന്ദീപ് കുറച്ചുകൂടി പ്ലാനുള്ള, കുറച്ചുകൂടി ക്ലാരിറ്റി ഉള്ള സംസാരത്തിൽ അങ്ങനെ ഒരു ക്ലാരിറ്റി എനിക്ക് തോന്നിയുണ്ടോ? എന്താണ് ഒരു മുന്നോട്ടുള്ള യാത്ര എങ്ങനെയാണ് കാണുന്നത് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ? നമ്മൾ ചെന്നെത്തേണ്ട ദൂരം, നമ്മുടെ മുന്നോട്ടുള്ള യാത്ര, അതിനെക്കുറിച്ചൊരു വിഷനും പ്ലാനൊക്കെ മനസ്സിലുണ്ടായിട്ടുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ഈ ബാങ്കബിൾ ആവുന്ന ആക്ടർ ആവണം എന്നുള്ളത് തന്നെ ആണ് ഒരു ആക്ടറിന്റെ വിജയം. മാർക്കറ്റബിൾ ആവുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫേസ് വാല്യൂ വരുന്ന ഒരു ആക്ടർ ആവണം. അതാണ് എല്ലാ ആക്ടറിന്റെയും ഡ്രീം. അതിന്റെ ബൈ പ്രൊഡക്റ്റുകളാണ് ഈ പറയുന്ന ഫിനാൻഷ്യൽ രീതിയിലുള്ള പെർസ്പെക്റ്റീവ് ആണെങ്കിലും ഫെയിം ആണെങ്കിലും ലൈഫ് സ്റ്റൈൽ ആണെങ്കിലും അതെല്ലാം അതിന്റെ ഒരു ബൈ പ്രൊഡക്റ്റുകളാണ്. അപ്പൊ ആ ബൈ പ്രൊഡക്റ്റിനെ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാം, മോശം രീതിയിലും യൂസ് ചെയ്യാം. അത് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു മാർക്കറ്റിംഗ് പരിപാടിയിൽ കുറച്ചും കൂടെ ഗുണമായിരിക്കും. ആഫ്റ്റർ ഓൾ സിനിമ ഒരു കൈൻഡ് ഓഫ് ഷോ ബിസിനസ്സും കൂടെയാണ്. നമ്മൾ എങ്ങനെ നമ്മളെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതും കൂടെയാണ് സിനിമയിൽ കൂടുതൽ ആൾക്കാർ നോക്കിയിട്ടുള്ളത്. അപ്പൊ ഡെഫിനറ്റ്ലി നമ്മുടെ ഗാഡ്ജറ്റ്സ് വാങ്ങുമ്പോൾ, ഇപ്പൊ ഞാൻ നാളെ ഒരു ബെൻസ് കാർ വാങ്ങുമ്പോൾ ആ ബെൻസ് കാർ കൊണ്ട് എനിക്ക് അഹങ്കാരവും കാണിക്കാം. ആ ബെൻസ് കാർ കൊണ്ട് എനിക്ക് നാളെ 2 ലക്ഷം രൂപ കൂടുതൽ പ്രൊഡ്യൂസറിന് വാങ്ങാം. അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് അതിനെ വേണ്ട രീതിയിലും യൂസ് ചെയ്യാം, മോശം രീതിയിൽ നമുക്ക് അരഗന്റ് ആയിട്ടും യൂസ് ചെയ്യാം. അപ്പൊ ആഫ്റ്റർ ഓൾ ഇതെല്ലാം ബൈ പ്രൊഡക്റ്റ്. അത് വേണ്ട രീതിയിൽ യൂസ് ചെയ്ത് നല്ല രീതിയിൽ പോവാ എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഞാനാണെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നുള്ളൂ അതിനെ കുറിച്ച്. ഈ വിട്ടുപോയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ആനന്ദും നിങ്ങളിപ്പോ എവിടെ എത്തി നിൽക്കും? കാരണം നിങ്ങൾ ഒരേ വഴിയിൽ വന്ന് എവിടെ എത്തിയിരിക്കുന്നു. ആനന്ദ് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ഫിലിം ഡയറക്ടറായിട്ട് ഇപ്പുറത്ത് വെക്കുന്നു. നിങ്ങളുടെ സൗഹൃദവും അതേ തുടർച്ചയിൽ എവിടെ എത്തി? ഞങ്ങൾ ഇന്നലെയും കൂടെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ടേ ഉള്ളൂ. ഞാൻ പറഞ്ഞ ഈ ഒന്നിച്ചുള്ള സിനിമയെ, ഒന്നിച്ചുള്ള ഒരു കൊളാബറേറ്റീവ് വർക്ക് കൂടി ആലോചന നമ്മള് ആലോചിക്കുന്നുണ്ട്. അത് ഇത്രയും നല്ലൊരു ബന്ധം ഉള്ളത് കൊണ്ട് നമ്മള് സിനിമ ചെയ്യുമ്പോ അത് അതൊരു സിനിമയായിരിക്കണം. നല്ലൊരു, നമുക്ക് രണ്ടുപേർക്കും നെഞ്ചോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു സിനിമ ആയിരിക്കണം എന്നുള്ളൊരു വെയിറ്റിംഗ്. സ്വപ്നം ഒന്നിച്ച് കണ്ടു തുടങ്ങിയ ആളുകളായതുകൊണ്ട് നിങ്ങൾ ഇനിയിപ്പോ ഒന്നിക്കുമ്പോ നിങ്ങൾക്ക് രണ്ടുപേർക്കും അതൊരു ഉത്തരവാദിത്തം കൂടിയായിട്ട് മാറുകയാണ്. അപ്പൊ അത് രണ്ടുപേർക്കും നമ്മുടെ വേവ് ലെങ്ത്തിന് മാച്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഇനി അങ്ങോട്ട് സ്വപ്നം കാണാൻ പറ്റുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒരു സിനിമ വരുമ്പോൾ എന്തായാലും ഞങ്ങൾ ഒരുമിച്ച് ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം. ഉറപ്പായും ഇപ്പം സന്ദീപിനെ തേടിയെത്തുന്ന ഫോണ്, സന്ദീപിനെ തേടിയെത്തുന്ന ഇപ്പൊ ഈ റീസെന്റ് ഉള്ള 2 സിനിമകളുടെ ഒരു സക്സസ് കൂടി കണക്കാക്കിയിട്ട്
ഓരോ ദിവസവും കഥ കേൾക്കേണ്ടി വരും, ഓരോ ദിവസവും എസ് നോയും പറയേണ്ട സാഹചര്യം ഉണ്ടല്ലോ. എങ്ങനെയാണ് ഈ പറയുന്ന ഏതിന് എസ് കൊടുക്കാം, ഏതിന് നോ പറയാം എന്നുള്ളതൊക്കെ ഏത് തരത്തിലുള്ള ഡിസിഷനാണ് ഇപ്പോൾ? എക്സൈറ്റഡ് ആക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് കഥ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എക്സൈറ്റഡ് ആക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൊത്തം ആ ടീം A to Z ഇതിന് എത്രത്തോളം ഹാർട്ട് ആൻഡ് സോളിൽ നിൽക്കുന്ന ആൾക്കാരാണോ എന്നുള്ള കാര്യങ്ങൾ മൊത്തത്തിലൊന്ന് നോക്കി സിനിമ നല്ല രീതിയിൽ തന്നെ നമ്മൾ നല്ലൊരു സിനിമയുടെ ഭാഗമായോണ്ട് കാര്യമില്ല, നല്ല രീതിയിൽ തന്നെ ആഫ്റ്റർ റിലീസും റൺ ആവണം. അപ്പം അതെല്ലാ രീതിയിലും നന്നായി വരുന്നതാണോ എന്നുള്ളതാണ് ഒരു മേജർ ക്രൈറ്റീരിയ ആയിട്ട് ഇപ്പൊ നോക്കുന്നത്. അതല്ലാത്ത സിനിമകൾ പൊളൈറ്റ്ലി തന്നെ അപ്പൊ തന്നെ പറയാ എന്നുള്ളത് ആണ് ഞാൻ ചിന്തിക്കുന്നത്. കാര്യം അവർക്കും ടൈം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ചേട്ടാ. കാര്യം ടൈം ഇപ്പം ആ ദിവസം ചിലപ്പോ വേറൊരു ആക്ടർ അവൈലബിൾ ആയിരിക്കും. അപ്പൊ നമ്മളിങ്ങനെ നീട്ടിക്കൊണ്ട് പോയിട്ട് അവർക്ക് അതും നടക്കില്ല ഇതും നടക്കില്ല, അതിന്റെ ആവശ്യമില്ല. അത് ഇൻഡസ്ട്രി പലപ്പോഴും ഈ ഫിലിം മേക്കേഴ്സ് നേരിടുന്ന ഒരു പ്രതിസന്ധി കൂടിയാണ്. ഒരു ആക്ടർ ഹോൾഡ് ചെയ്തിട്ട് സിനിമ നടക്കാതെ പോകുന്നു. അപ്പം ഞാൻ മാക്സിമം നേരത്തെ കാര്യങ്ങള് ഓപ്പൺ ആയിട്ട് തന്നെ പറയാ എന്നുള്ളതാണ്. ആ സമയത്ത് ചിലപ്പോ നമ്മൾ തമ്മിൽ എന്താ പറയാ ഇവനെടുത്തില്ലല്ലോ എന്നുള്ളൊരു വിഷമം, അല്ലെങ്കിൽ ഇവനിപ്പോ ആരാ റിജക്ട് ചെയ്യാന്നുള്ള എല്ലാ എക്സ്ട്രീമിലുള്ള കാര്യങ്ങൾ വരുമെങ്കിലും നമ്മൾ എത്ര പോസിറ്റീവായി ചെയ്താലും ഇതിന്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് കൂടി വരും. അപ്പൊ ഞാൻ അതിൽ പ്രിപ്പയർഡ് ആണ്. 2 സിനിമ കഴിയുമ്പോഴേക്കും നോക്കാം അവന്റെ അഹങ്കാരം, നോക്ക് എന്റെ റിജക്ട് ചെയ്തോ അങ്ങനെ ചിലവര്. പക്ഷെ എനിക്കുണ്ടല്ലോ, ഞാൻ ഇപ്പൊ ഇത്രയും ഇതില് മെജോറിറ്റി ആൾക്കാര് ഓക്കെ സന്ദീപൻ നമുക്ക് പുതിയൊരു സാധനം നമുക്ക് രണ്ടുപേർക്കും വർക്കാവുന്നവരായിട്ട് വരാം. അത് എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര നല്ല മനുഷ്യർ. അപ്പൊ ഞാൻ അങ്ങനെയുള്ളവരുടെ കോണ്ടാക്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ താല്പര്യമുള്ള കാര്യം. ആ ഒരു സിനിമയല്ല ബന്ധം, സിനിമ നിങ്ങൾക്ക് ഒന്നിച്ച് പോകേണ്ടതാണെന്ന് രണ്ടുപേർക്കും ഒരുപോലെ. ഇപ്പം അതായത് ആനന്ദിന്റെ കാര്യത്തിൽ പറഞ്ഞത് സെയിം ആണല്ലോ. ഒരേ മനസ്സിൽ നിൽക്കാവുന്ന സിനിമ വന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇത്രയും ബന്ധമുള്ള അങ്ങനെ ചെയ്യുമ്പോൾ അതാണ്. അപ്പൊ ആ ഒരു ബന്ധം നമ്മൾ നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പൊ നല്ലൊരു സിനിമ വരുമ്പോ ഒരുമിച്ച് നിൽക്കാം. അപ്പൊ ആ ഒരു നല്ല കോണ്ടാക്റ്റുകൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക, നല്ലൊരു സിനിമ വരുമ്പോ ഒരുമിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതല്ലാത്തത് ഓപ്പൺലി പറഞ്ഞ് അവരുടെ ടൈമും വേസ്റ്റ് ആക്കാത്ത എൻ്റെ എഫേർട്ട് വെറുതെ വേസ്റ്റ് ആക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അത് പ്രോപ്പർലി മാനേജ് ചെയ്ത് ഇതുവരെ പോകാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ എത്രയൊക്കെ വന്നാലും അനീഷേട്ടാ, ഇപ്പം നമുക്ക് ഒരു ദിവസം നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഞാൻ ഇപ്പൊ മനസ്സിലാക്കുന്ന കാര്യമായിട്ടോ പറയണത്, ഒരു ദിവസം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. ഇപ്പൊ ഈ ഇന്റർവ്യൂല് വരണേന് ഞാൻ മുന്നേ പ്രിപ്പയർ ചെയ്ത് ഇതെല്ലാം കഴിഞ്ഞ് ഇവിടെ വന്ന് വണ്ടി ഓടിച്ചിവിടെ എത്തുന്ന ആ ഒരു ടൈം ഉണ്ട്. അപ്പൊ ഈ ടൈമിൽ ഒരുപാട് അപ്രോച്ചസ് ഉണ്ടാവും. അപ്പൊ അതെല്ലാം ചിലപ്പോ തിരിച്ചു വിളിക്കാൻ അത് റെസ്പോണ്ട് ചെയ്യാനും അതിൻ്റെതായ ഒരു ടൈം എടുക്കും. ഒരു മൾട്ടി ടാസ്ക് എന്ന് പറയുന്ന സംഗതിയിലേക്ക് അല്ലേ, മൾട്ടി ടാസ്ക് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അത് നമ്മളിതെല്ലാം ഇനി പോയിട്ട് എല്ലാം വരണം. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഇപ്പം ചെറുതായിട്ട് ആണെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ട്. നമ്മള് രണ്ടും കൂടെ മാനേജ് ചെയ്യാൻ. എനിക്കിത് ന്യൂ ആണ്, ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു റിസപ്ഷൻ ഇന്ന് കിട്ടിയത് കൊണ്ട് എങ്ങനെ ഇത് മാനേജ് ചെയ്യാം എന്നുള്ളത് ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പം അത് കുറച്ചും കൂടെ നന്നായിട്ട് റിഫൈൻഡ് ആക്കുക എന്നുള്ളതാണ് ഇപ്പൊ ചിന്തിക്കുന്നത്. അതോടൊപ്പം തന്നെ സന്ദീപ്, ഇപ്പം നിങ്ങൾ നേരത്തെ ഇപ്പം ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ട് 5000 ഓരോ നമ്പരും നിങ്ങളിങ്ങനെ പെറുക്കി എണ്ണി എടുത്തൊരു സമയം ഉണ്ടാവുമല്ലോ തുടക്കകാലത്തിൽ. ഒരാൾ അധികം കാണുന്നു, ഒരാൾ ഇടുന്നു, ഒരാൾ കമന്റ് ഇടുന്നു. ഇപ്പോ ഈ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് സന്ദീപ് ഒരു ഷോപ്പിംഗ് മാളിലേക്കാണ് പോകുന്നത്, ഒരു ഹോട്ടലിലേക്ക് പോകുന്നത്. നിങ്ങൾ തേടിയെത്തുന്ന നിങ്ങൾക്ക് ചുറ്റും കയറുന്ന സെൽഫിക്ക് വേണ്ടിയിട്ടും ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും മൊബൈൽ ചാനലിൻ്റെതായിട്ട് ഒരുപാട് ക്യാമറകൾ ഉണ്ടാവും. ഒരു സിനിമയ്ക്ക് വേണ്ടി ചിലപ്പോൾ ഒരു 20-20ലധികം ഇന്റർവ്യൂസ് ഉണ്ടാവും, കോളേജ് ഇവന്റ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ ഒരു പേഴ്സണലി ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് മാനേജ് ചെയ്യുക, ഒരു ഇന്റർവ്യൂവിൽ എങ്ങനെ സംസാരിക്കണം, പബ്ലിക് സ്പീക്കിംഗിൽ എങ്ങനെ ഇരിക്കണം, അവിടെയൊക്കെ ഈ കുറച്ചുകൂടി കരുതൽ വേണ്ട ഒരു കാലമാണല്ലോ. കാരണം ഭയങ്കര നമ്മൾ പാളിപ്പോവരുത്, കമ്മ്യൂണിക്കേഷനിൽ എന്തെങ്കിലും അങ്ങനെ ഞാൻ പറഞ്ഞത് അതൊക്കെ അത്തരം കാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധയൊക്കെ അധികം വേണ്ടി വരുന്ന ഒരു സംഗതിയാണോ? ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞത് ഇപ്പം നെസ്ലന്റെ തന്നെ കഴിഞ്ഞ ഇതിലൊരു വീഡിയോ ഞാൻ പറഞ്ഞ ഓരോന്നും എങ്ങനെയാണ് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. കാരണം ഇപ്പൊ ആക്ടർ ഒരു ഫോൺ പിടിച്ച് വാങ്ങിക്കുന്നത് എന്നൊരു ട്രെൻഡിങ് കണ്ടന്റ് ആണ്. ഇതിപ്പോ അത് ബാലയ്യ വാങ്ങിച്ചാലും നെസ്ലൻ വാങ്ങിച്ചു കഴിഞ്ഞാലും അതൊരു ഏറ്റവും ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഈ പറയുന്ന ഒരു 2 മില്യൺ 3 മില്യൺ കണ്ടന്റ് ആണല്ലോ. അപ്പൊ നമ്മൾ നടപ്പിലും നടിപ്പിലും പോക്കിലും വരവിലും വണ്ടി കയറുമ്പോഴും ഇറങ്ങുമ്പോഴൊക്കെ ഈ പറയുന്ന മൾട്ടിപ്പിൾ ക്യാമറയുടെ ഇടയിലാണ് എന്നുള്ള സംഗതിയെ അത് ഏതെങ്കിലും തരത്തിൽ ചിന്തിച്ചു തുടങ്ങുന്ന ഒരു കാലമാണ് ഇപ്പം. പേടിപ്പിക്കുന്ന കാര്യമാണ് അത്. കാര്യം നമുക്ക് എപ്പോഴും കോൺഷ്യസ് ആയിട്ടിരിക്കാൻ പറ്റില്ല. ആൾക്കാർ നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് എപ്പോഴും കോൺഷ്യസ് ആയിരിക്കാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം ഈ പറയുന്ന നമ്മള് ട്രൂ ആയിട്ട് തന്നെ നിൽക്കുക. പക്ഷെ
ഒരുപാട് ഇപ്പൊ അവര് നമ്മളോടുള്ള സ്നേഹം ഇഷ്ടം കൊണ്ടാണ് കൂടുതലാണ് ഇഷ്ടം കൂടുതലാണ് അത് സംഭവിക്കുന്നത്. അപ്പൊ അത് രണ്ടുപേരും മനസ്സിലാക്കണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഓഡിയൻസിനോട് ഇത് കാണുമ്പോ എല്ലാവർക്കും തോന്നേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നസ്ലിന്റെ കേസ് ആണെങ്കിൽ ആ ദിവസം ഞാൻ ഉണ്ടായിരുന്നു അവിടെ. ആ ദിവസം ജിംഖാനയുടെ പ്രൊമോഷന്റെ ദിവസമാണ്. അപ്പൊ അവൻ ശരിക്കും അതൊന്നും ചിന്തിക്കാതെ ഭയങ്കര അവൻ അത് കഴിഞ്ഞ് എടാ ഞാനിങ്ങനെ അറിയാതെ അവൻ വേറെ മൈൻഡിലായിരിക്കാം ഒരു പക്ഷെ, അല്ലെങ്കിൽ അവന്റെ. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, നമ്മള് എന്ത് മൈൻഡിലായിരിക്കും ചിലപ്പോ അങ്ങോട്ടേക്ക് ഇറങ്ങുക, ചിലപ്പോ എന്തെങ്കിലും ഒരു വിഷമം ന്യൂസ് കേട്ടിട്ടായിരിക്കാം നമ്മൾ പ്രൊമോഷൻ പോവുക, അല്ലെങ്കിൽ ഭയങ്കര നമ്മളൊരാളെ നല്ല രീതിയിൽ വഴക്ക് പറഞ്ഞ് നമ്മൾ വിഷമിച്ചിരിക്കുമ്പോഴായിരിക്കും പോവുക. അപ്പൊ ചില സമയത്ത് അറിയാതെ പറ്റിപ്പോകുന്നതായിരിക്കും അതല്ല. അപ്പൊ അത് ഓഡിയൻസും കുറച്ച് ചിത്രീകരിക്കപ്പെടുന്ന രീതിയാണെങ്കിലും ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എല്ലാം. ഞാൻ അങ്ങനെ മൾട്ടിപ്പിൾ വ്ളോഗിങ് ഒരുപാട് പ്ലാറ്റ്ഫോം ഉള്ള കാലത്ത് സ്നേഹം വാരിക്കോരി കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെ ഇപ്പുറത്ത് ഈ പറഞ്ഞൊരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഇമ്പാക്ട് കൂടി ഉണ്ടാക്കും. അത് ശരിക്കും ആക്ടർ ചിന്തിച്ച് ചെയ്യുന്നതായിരിക്കത്തില്ല, ഭയങ്കര നിഷ്കളങ്കമായി ചെയ്യുന്നതായിരിക്കുള്ളൂ. അത് ചില സമയത്ത് ഓഡിയൻസ് ക്ഷമിക്കണം എന്നുള്ളത് നമുക്ക് പറയാനുള്ളൂ. അറിയാതെ പറ്റിപ്പോകുന്നതായിരിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ഞാൻ ഹാപ്പിയാണ്. എന്റെ പേഴ്സണലി എനിക്ക് ഞാൻ വെറുതെ എനിക്കിപ്പോ ആൾക്കാർ വന്നില്ലെങ്കിൽ എനിക്ക് വിഷമമുള്ളൂ. അപ്പൊ ആളില്ലേ? അതെ, എന്നെ കാണുമ്പോ ആൾക്കാർ കൂടിക്കോട്ടെ, ഓടിക്കൂടട്ടെ. അപ്പൊ അതെനിക്കിഷ്ടമാണ്. അതുകൊണ്ട് എന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാനസികാവസ്ഥയാണ് നമ്മുടെ ഓരോ മുന്നോട്ട് പോകുമ്പോൾ ഓരോരുത്തർക്ക് മാനസികാവസ്ഥയായിരിക്കും. അപ്പൊ ആ മാനസികാവസ്ഥ എല്ലാ മനുഷ്യന്മാരെ പോലെ തന്നെ നമ്മളെയും ആ ഒരു കൺസിഡറേഷനിൽ കണ്ടാൽ മതി. റീച്ചിന് വേണ്ടി കാണാതെ നമ്മളൊരു കൺസിഡറേഷനിൽ വേണ്ടി കണ്ടു കഴിഞ്ഞാൽ പല കാര്യങ്ങൾ കണ്ണടക്കാവുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മളിത് സംസാരിക്കുമ്പോൾ തന്നെ പുതിയൊരു ഷോർട്ട് ഫിലിം ഉണ്ടാവുന്നുണ്ടാവാം, പുതിയൊരു റീല് ഒരു ക്രിയേറ്റർ ഉണ്ടാക്കുന്നുണ്ടാവും. അതായത് സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹത്തിൽ നിന്ന് എത്രയോ പേര് റെഡിയായി നിൽക്കുന്നുണ്ടാവാം, സംവിധാനം എന്നുള്ള ആഗ്രഹത്തിൽ നിൽക്കുകയാണ്. ഇതെല്ലാം കൂടി ചേർത്ത് വളരെ നിശ്ചയദാർഢ്യത്തിലൊരു 16-ാം വയസ്സ് മുതലൊക്കെ, അല്ലെങ്കിൽ അതിനു മുമ്പേ അല്ലെ ഒരു 10-ാം വയസ്സ് മുതലൊക്കെ അഭിനയിക്കാനുള്ള ആഗ്രഹം കൊണ്ടും അങ്ങനെ വന്ന് കൃത്യമായി ഒരു സ്കൂളിനെ തന്നെ ഒരു ഫിലിം മേക്കിങ്ങിനുള്ള സ്പേസ് കണ്ടെത്തി, ആക്ടിങ്ങിനുള്ള സ്പേസ് കണ്ടെത്തിയ ആളാണ്. ഇപ്പോൾ നമ്മുടെ പടക്കളം വരെയുള്ള സിനിമ അതിൻ്റെ റിസപ്ഷൻ വരെ എത്തി നിൽക്കുമ്പോൾ എന്താണ് ഒരു തുടക്കക്കാർക്ക് അല്ലെങ്കിൽ സിനിമയിലേക്ക് എത്തുന്നവർക്കുള്ളൊരു പ്രചോദനം എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് എന്തായിരിക്കാം അങ്ങനെ ഒരു നിങ്ങൾ കണ്ട വഴി എന്താ? ഞാൻ ഒരുപാട് ലെവൽ എത്തി പറയേണ്ട കാര്യമല്ല. എന്റെ ഒരു ഇതില് എനിക്ക് ആകെ പറയാനുള്ളത് ടിപ്സ് എന്ന് പറയല്ല, എനിക്ക് ആകെ ഇത് പറയാനുള്ളത് പോസിബിൾ ആണ്. എന്താഗ്രഹിച്ചാലും അത് ഒരു ദിവസം നടക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യവും പാഴല്ല, അത് പാഴാവത്തില്ല. അത് തിരിച്ചെപ്പോഴേലും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ വരും. അതുകൊണ്ട് നമ്മൾ ഇതിനു വേണ്ടി ഇങ്ങനെ ഒരു റിസൾട്ട് ഓറിയന്റഡ് ആവാതെ ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ ഇത് റിസൾട്ടായി ഓക്കെ പൊട്ടി നിർത്താം എന്ന് പറഞ്ഞാൽ അവിടെ കഴിഞ്ഞു. നമ്മള് അത് കഴിഞ്ഞും ചെയ്ത് പോയി എപ്പോഴേലും എത്തുന്നവരെ നോൺ സ്റ്റോപ്പ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് കൊള്ളും എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഞാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് അതാണ് എനിക്ക് പറയാം. 1 മില്യൺ ആവാത്ത ഷോർട്ട് ഫിലിമും ഇപ്പൊ കാണുന്ന അതിന്റെ ഫീഡ്ബാക്ക് കിട്ടുന്ന ഒരാളുണ്ടല്ലോ പെർഫോമൻസ്. ഇപ്പൊ അതിന്റെ കമന്റ്സ് ഒക്കെ ഭയങ്കര രസകരമായിട്ട് വായിക്കാൻ പറ്റുന്ന. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് ഒക്കെ ആയിട്ടുള്ള ആനന്ദൊക്കെ അഭിനയിച്ചൊരു അത് നിതീഷ് ചെയ്തൊരു കോവിഡ് സമയത്ത് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി സബ് ഒറിജിനൽസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ തുടങ്ങി. നമ്മളെല്ലാരും കൂടെ ചെറിയ വൈൻ വീഡിയോസ് ഒക്കെ ചെയ്ത് പോയ ഒരു കാലമാണത്. ക്രിയേറ്റീവ്ലി ഫ്രസ്ട്രേറ്റഡ് ആവും മനുഷ്യരുടെ. നമ്മൾ കോവിഡ് സമയത്ത് നമുക്ക് ഒന്നും പുറത്തിറങ്ങാൻ പറ്റില്ല, ആൾക്കാരോട് മിണ്ടാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവ്ലി ചെയ്തില്ലെങ്കിൽ മൈൻഡ് അങ്ങനെ നമ്മളെടുത്ത തീരുമാനമാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നുള്ള രീതിയിൽ എല്ലാരും കൂടെ വന്ന് നമ്മൾ തന്നെ ചെയ്തു. ഈ പറഞ്ഞ പോലെ എല്ലാം അറിയാലോ, ടെക്നിക്കാലിറ്റി നമുക്ക് അറിയാവുന്നതുകൊണ്ട് പുറത്തേക്ക് പോകണ്ട, ഇവിടെ തന്നെ നമ്മൾ മാസ്ക് ഇട്ട് ചെയ്താൽ മതി. അതുകൊണ്ട് അത് എളുപ്പമായിട്ട് അങ്ങ് തീർന്നു ആ പരിപാടികളൊക്കെ. എന്തായാലും ഗംഭീരമാവട്ടെ. നമുക്ക് അടുത്ത പടത്തിന്റെ സംഭാഷണമായിട്ട് ഇരിക്കാം. തീർച്ചയായും. താങ്ക് യു.